മക്കയുടെ താഴ്വരയിൽ വിരിഞ്ഞൊരു മലരെ, ആ മലരിൻ നറുമണം നുകരാത്തതാരേ. മക്കയുടെ താഴ്വരയിൽ വിരിഞ്ഞൊരു മലരെ, ആ മലരിൻ നറുമണം നുകരാത്തതാരേ. മക്കതൻ മണൽ തരിയും കോരിത്തരിപ്പിച്ച നൂറേ, അഹദിന്നൊളിയേ ആരംഭത്വാഹാ റസൂലേ. മക്കയുടെ താഴ്വരയിൽ വിരിഞ്ഞൊരു മലരെ, ആ മലരിൻ നറുമണം നുകരാത്തതാരേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഇൻഷാ അല്ലാഹ് സമയം വൈകിയതുകൊണ്ട് ഇനി ദീർഘിപ്പിക്കേണ്ട. 2 മണിക്കൂർ സമയമാണ് നമ്മൾ പരമാവധി ഉദ്ദേശിക്കുന്നത്. പരസ്പരം പരിചയപ്പെടാനുള്ള അവസരമാണ്. അതുകൊണ്ട് 2 പക്ഷത്തു നിന്നും പരിചയപ്പെടാം. എൻ്റെ പേര് മുഹമ്മദ് രാമന്തളി. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് യാസ്മിൻ. തിരുവനന്തപുരം ജില്ലയിൽ വള്ളക്കടവിൽ താമസം. ISM ജില്ലാ സെക്രട്ടറിയാണ്. എൻ്റെ പേര് മുജീബ് റഹ്മാൻ അഹ്സനി. ഇളമ്പള്ളൂർ SYS യൂണിറ്റ് പ്രസിഡന്റ്. പേര് ഇസുദ്ദീൻ കാമിൽ സഖാഫി. കൊല്ലം ജില്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും സുന്നി യുവന സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡൻറ്റുമാണ്. നൗഷാദ് അഹ്സനി ഒതുക്കുങ്ങൽ. അബ്ദുസ്സമദ് അൻവരി കീശേരി. സിദ്ദീഖ് മിസ്ബാഹി കൊല്ലം. അഹമ്മദ് സഖാഫി കണ്ണനല്ലൂർ. അൻസാർ കരുനാഗപ്പള്ളി. ഷമീം കൊല്ലം. അലി മൊറയൂര്. അബൂബക്കർ പുൽപ്പറ്റ. അബൂബക്കർ മരുത. സജീം പള്ളിമുഖം. നാസർ ആറ്റിങ്ങൽ. സുന്നി മുജാഹിദ് പക്ഷത്തു നിന്നുള്ള കേരളത്തിലെ പ്രവർത്തകരും മുജാഹിദ് പക്ഷത്തിൻ്റെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളും സുന്നി രംഗത്തുള്ള നേതാക്കളും ഒന്നിച്ചിരിക്കുന്ന അപൂർവമായി മാത്രം ഉണ്ടാവാറുള്ള സംവാദ വ്യവസ്ഥയാണ് സുന്നി പക്ഷവും മുജാഹിദ് പക്ഷവും തമ്മിലുള്ള ഇത്തരം കൂടിച്ചേരലുകൾ. അതുകൊണ്ട് തന്നെ ഈ വേദി എന്തുകൊണ്ടും ലക്ഷ്യത്തിലെത്തുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നന്മയേതെന്നും തീയതേതെന്നും തിരിച്ചറിയാനുള്ള ഒരവസരം ഈ ചർച്ച കൊണ്ടും അനുബന്ധ പ്രവർത്തനങ്ങൾ കൊണ്ടും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായി നാം നമ്മുടെ ചർച്ചകളിൽ നിന്ന് നാം തീരുമാനിച്ച കാര്യങ്ങളിൽ നിന്ന് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ചർച്ച ഫലവത്താവുകയും അത് സമൂഹത്തിന് ഉപകാരപ്പെടുന്നതായി മാറുകയും ചെയ്യും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അഖീദ വിഷയത്തിൽ തന്നെയുള്ള ചർച്ചയാണ് ഇവിടെ എഴുതിയ വിഷയത്തിൽ പ്രഥമ പരിഗണന കാണുന്നത്. അതുകൊണ്ടും മുജാഹിദ് പക്ഷത്തിൻ്റെ ആളുകളും നമ്മളും തമ്മിൽ ഇവിടെ ഇരിക്കുന്ന ഈ 2 സംഘടനയുടെ പ്രതിനിധികളും ഒരു 3-4 വർഷത്തിനിടയിൽ സംവാദങ്ങളൊന്നും നേരിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയൊരു സംവാദം സൗഹൃദപൂർവമായി തന്നെ നടക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇവിടെ
നൽകപ്പെട്ട കത്തുകളും എഴുതിയ വിഷയങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമായി ആത്മാർത്ഥമായി തന്നെയാണ് എല്ലാവരും വന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ദുആ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമാണ് ഉണ്ടായി വരുന്നത്. സുഹൃത്തിന് വേണ്ടി ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സുഹൃത്തിനെ തുടർന്ന് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. തൗഹീദിൻ്റെയും ഷിർക്കിൻ്റെയും വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്കിടയിൽ നടന്നു വരാറുള്ള സംവാദങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള കേരളത്തിൽ തന്നെ വീണ്ടും ഒരു സംവാദത്തിന് അരങ്ങേറുകയാണ്. അതിൻ്റെ വ്യവസ്ഥ ചർച്ച ചെയ്യുവാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി എത്തിയിട്ടുണ്ട്. നിഷ്പക്ഷമതികളായി ഇത് വീക്ഷിക്കുന്നവർക്കെല്ലാം അള്ളാഹു കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നടത്തുന്നു. വിഷയാസ്പദമായി തന്നെ ചർച്ച നീളുകയും യാതൊരു തരത്തിലുള്ള വൈകാരിക വിക്ഷോഭങ്ങളില്ലാതെ സമാധാന പുരസരം തന്നെ ഹൃദയങ്ങളെ ഇണക്കിക്കൊണ്ട് തൗഹീദിൻ്റെ സന്ദേശം വ്യക്തമാക്കുവാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. തുടർന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒന്നുകൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ജനങ്ങളുടെ ഇടയിൽ നിന്നും വളരെ നല്ല രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയം ഉണ്ടാവുകയും ചെയ്തതിൻ്റെ ഫലമായി പള്ളിമുക്കുള്ള കുറച്ച് ചെറുപ്പക്കാർ സംശയങ്ങൾ ഉന്നയിക്കുകയും അതിൻ്റെ ഫലമായി ഞങ്ങളുടെ ഒരു സുഹൃത്ത് വന്ന് എന്നോട് ചോദിച്ചു, ഈ പറയപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു സംശയ നിവാരണം, അതായത് സുന്നി വിഭാഗത്തിൻ്റെ പണ്ഡിതന്മാർ വരും, ഞങ്ങൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവരതിൽ സംശയം നിവർത്തിച്ച് തരും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ എഴുത്തുകുത്തുകളില്ലാതെ ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു വീട്ടിൽ വെച്ച് ഏകദേശം 40 പേരടങ്ങുന്ന ഒരു കൂട്ടം, അതിൽ സുന്നി വിഭാഗത്തിൻ്റെ 3-4 പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ വിഷയത്തിൽ ഞങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം, ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കപ്പെട്ട ഒരു പ്രാർത്ഥന ഖുർആനിൽ നിന്നും ഉദ്ധരിക്കണം എന്നതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. അതിൻ പ്രകാരം അവർ വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക റസുൽന എന്ന ആയത്ത് ഓതുകയും അത് ഞങ്ങൾ മരണപ്പെട്ടവരോട് തേടുന്നതിന് തെളിവല്ല, അത് പ്രവാചകനോട് മുഹ്സത്താണ് എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം സുലൈമാൻ നബി അലൈഹിസ്സലാം കാറ്റിനോട് സഹായം തേടിയിട്ടുണ്ട്, അത് സുലൈമാൻ നബിയുടെ മുഹ്സത്താണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ കാറ്റെ രക്ഷിക്കണേ എന്ന് സഹായം തേടാമോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് അനുവദനീയമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ വളരെ പുരോഗമിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെടുന്ന വസ്തുതകൾ ഒരു സംവാദത്തിൽ തെളിയിക്കപ്പെടാമെന്ന് ഇരുകൂട്ടരും സമ്മതിക്കുകയും അവിടെ വെച്ച് ഞങ്ങൾ വ്യവസ്ഥകൾ എഴുതി പിരിയുകയുമാണ് ചെയ്തത്. ഇതിനിടയിൽ യാ ഹൗസുൽ ഔലം മുഹീദ്ദീൻ ഷേഖേ എന്ന് വിളിച്ചു. ആ വിളിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതും അനുവദനീയമാണ് എന്ന് പറയുകയും അങ്ങനെ ഇരുകൂട്ടരും വ്യവസ്ഥകൾ എഴുതി പിരിയുകയും കരാർ എഴുതാൻ ഒരു ദിവസം തീരുമാനിക്കാമെന്ന് പറഞ്ഞു നമ്മൾ പിരിഞ്ഞു. അതിൻ്റെ ഫലമായി ഇരുകൂട്ടരും കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ഈ ദിവസം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ വെച്ച് അതിനുള്ള വേദി തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സഹോദരൻ പറഞ്ഞത് തിരുത്തല്ല, പക്ഷെ ഉണർത്തുകയാണ്. പറഞ്ഞതുപോലെ സുന്നികളോട് സംശയം ചോദിച്ച് പഠിക്കാൻ വേണ്ടി ഒരു വിഭാഗം ചെറുപ്പക്കാരെ അവരോട് വിവിധങ്ങളായ വികല വിശ്വാസങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ സംശയ നിവാരണം നടത്താൻ സുന്നികൾ തയ്യാറാകണമെന്ന് പറഞ്ഞു. ഞാനും മുജീബ് ഹസനിയും കൂടെ അതിന് തയ്യാറായി വന്നു. അങ്ങനെ 40ഓളം പ്രവർത്തകർ ഇരുപക്ഷത്തു നിന്നുമായി ഒരുമിച്ച് കൂടി അവർ സംശയം ചോദിച്ചു. ആദ്യമായി ചോദിച്ച ചോദ്യത്തിന് സുന്നിപക്ഷത്തു നിന്ന് ഈസാ അലൈഹിസ്സലാമിൻ്റെ ഹദീസ് അതാണ് ഉദ്ധരിച്ചത്.
സഹോദരൻ ആ വ്യവസ്ഥ വായിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ആ വിഷയം പൂർണ്ണമായി മറച്ചിട്ടാണ് സംസാരിച്ചത്. വളരെ ഖേദം തോന്നുകയാണ്. അങ്ങനെ ഈസാ അലി ഇസ്ലാമിൻ്റെ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ അവർ പറഞ്ഞു, സംശയം ചോദിക്കാൻ വന്നവർ തന്നെ പറഞ്ഞു, ആ ഹദീസ് സ്വഹീഹല്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ അത് സ്വഹീഹാണോ അല്ലേ എന്ന് തെളിയിക്കാൻ നാം ഒരു സംവാദത്തിന് തയ്യാറാവുക എന്നാണ് ആദ്യം വെച്ച ചർച്ചയും. അതിനുശേഷം പിന്നെയും സംശയങ്ങൾ വേറെ കുറേ ആൾക്കാർ, എത്രത്തോളം അവിടെ കൂടിയിരുന്ന പ്രവർത്തകർ പറഞ്ഞു, എന്നാൽ അവർ പോകട്ടെ, ഞങ്ങൾക്ക് ഇനിയും കുറേ സംശയങ്ങളുണ്ട്, ഞങ്ങളത് ചോദിച്ച് പഠിക്കാം എന്ന് പറഞ്ഞ് തയ്യാറായി നിന്നപ്പോഴാണ് മറ്റു കുറേ ചർച്ചകൾ വരികയും അതിനുശേഷമാണ് വസ്അലമൻ റസല്ലാമിൻ ഖബ്ലിക മിർ റസൂൽ, അതുപോലെ ഈസാ അലൈഹി ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം കാറ്റിനോട് സഹായം ചോദിച്ചിരുന്നു എന്ന് മറുപക്ഷം പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു, അങ്ങനെയാണ് എങ്കിൽ സുലൈമാൻ നബിയോട് ഇപ്പോൾ ഒരാൾ ആ മൊഴിസത്ത് കൊണ്ട് കാറ്റിൻ്റെ സഹായം കൊണ്ട് സഹായിക്കണം എന്ന് ചോദിച്ചാൽ, നമ്മളെ വ്യവസ്ഥയിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കാറ്റിനോട് ചോദിച്ചാൽ എന്നുള്ളതല്ല, സുലൈമാൻ നബിയോട് ചോദിച്ചാൽ അത് ശിർക്കാവുമോ ഇല്ലേ, അതുപോലെ യാ ഗൗസുൽ ആളം എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു വ്യവസ്ഥയിലേക്ക് ആദ്യമായി വന്നത് ഞങ്ങൾ തെളിവുദ്ധരിച്ചപ്പോൾ മറുപക്ഷം പറഞ്ഞത് ആ ഹദീസ് ലൈഫാണെന്ന്. 40ഓളം ആൾക്കാരുടെ മുമ്പടിയിൽ വെച്ച് ആ ഹദീസ് ലൈഫാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഹദീസ് സ്വഹീഹാണോ അതല്ല ലൈഫാണോ എന്ന് തെളിയിക്കലാണ് ഈ ചർച്ചയുടെ, ഈ വ്യവസ്ഥയുടെ പ്രഥമഘട്ടം. ഇവിടെ തെളിയിക്കലല്ലെങ്കിൽ അടുത്ത വാദപ്രവാദ തെളിയിക്കൽ, അതാണ് പ്രഥമഘട്ടം. അതുപോലെ നാം എഴുതിയ വ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോകണം. അതാണ് അന്ന് ഇരു കൂട്ടരും തമ്മിൽ ധാരണയായി പിരിഞ്ഞത്. അതടിസ്ഥാനത്തിലാണ് ഇരുപക്ഷത്തുമുള്ള സമുന്നതരായ നേതാക്കൾ ഒരുമിച്ച് കൂടിയത്. അതിന് മറുപക്ഷവും നമ്മൾ തയ്യാറാകണമെന്നാണ് വിനീതമായി പറയാനുള്ളത്. ഇവിടെ കൈമാറപ്പെട്ട കത്തിൽ വിഷയം പറഞ്ഞു കാണുന്നുണ്ട്. മറ്റേ കത്ത് 2 കത്തുകളാണ് ഇവിടെയുള്ളത്. തിരിച്ച് ISM മണ്ഡലം കമ്മിറ്റിയുടേതും ശേഷം ഇതൊന്നിച്ചിരുന്ന് അപ്പോൾ ആ കത്തിൻ്റെ 20/2/11 ഞായറാഴ്ച നടന്ന ചർച്ചയ്ക്കൊടുവിൽ സംവാദത്തിന് തയ്യാറാണെന്ന് സമ്മതിച്ചുകൊണ്ട് വിഷയം എഴുതി പിരിഞ്ഞു. പ്രസ്തുത വിഷയത്തിന് മേൽ സംവാദ വ്യവസ്ഥ എഴുതാൻ മാർച്ച് 25-ാം തീയതി വെള്ളിയാഴ്ച ആയതിനാൽ മാർച്ച് 26-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഇൻഷാ അള്ളാ കൊല്ലം ഗസ്റ്റ് ഹൗസിൽ സംവാദ വ്യവസ്ഥ എഴുതാൻ മുജാഹിദ് വിഭാഗം തയ്യാറാണെന്ന് ഇതിനെ അറിയിച്ചുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, തയ്യാറാണെന്ന് സമ്മതിച്ചുകൊണ്ട് വിഷയം എഴുതി പിരിഞ്ഞുവെന്ന്. പ്രസ്തുത വിഷയത്തിന് മേൽ സംവാദ വ്യവസ്ഥ എഴുതാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംവാദ വ്യവസ്ഥ ഒരു പള്ളി, ഒരു ഹാളിനുള്ളിലായിരിക്കണം. അതിന് മുന്നേ പറഞ്ഞതാണ്. ഇവിടെ പ്രമാണം എന്ന് പറഞ്ഞതിനുള്ള അവിടുന്ന് തുടങ്ങും. പ്രമാണം എന്ന് പറഞ്ഞ് പ്രമാണങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് ശേഷം വിഷയം പറയുകയാണ്. വിഷയം 3 വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നൊന്നായി എടുത്ത് ഇവിടെ ചർച്ച ചെയ്ത് തുടങ്ങാം. ആദ്യത്തെ വിഷയം, അതൊന്ന് വായന ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇസ്തിഹാസ അഥവാ ഇസ്തിഹാസക്ക് മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ ചോദിക്കൽ സുന്നിപക്ഷം തെളിവായി ഈസാ നബിയെക്കുറിച്ച് വന്ന ഹദീസ് യാ മുഹമ്മദ് ലൗജീബൻ എന്നുള്ള ആ ഹദീസ് ഓതി ഈ ഹദീസ് ലൈഫാണ് എന്ന് മുജാഹിദ് പക്ഷം വാദിക്കുന്നു. മരണപ്പെട്ടവരോട് സഹായം ചോദിക്കൽ ഷിർക്കാണെന്നും വാദിക്കുന്നു എന്നാണ് ഒന്നാമത്തെ വിഷയം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇനി ആ വിഷയത്തെ പറ്റിയുള്ള ചർച്ച നടന്ന് നമുക്ക് പിന്നെ അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. സമയം 2 മണിക്കൂറാണ്. അത് പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് വളരെ സ്പീഡായി തന്നെ സമ്പൂർണ്ണമായി കാര്യങ്ങൾ പൂർത്തിയാവേണ്ടതുണ്ട്. ഇവിടെ സംവാദത്തിന് തയ്യാറായിട്ടുള്ള വിഷയങ്ങൾ വായിച്ചു കേട്ടിരിക്കും. അതിൽ പ്രമാണങ്ങൾ കൊടുത്തിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ, സ്വഹീഹായ ഹദീസ്, ഇജ്മാ, വ്യക്തമായ ഖിയാസ് എന്നിങ്ങനെയാണ് പ്രമാണങ്ങൾ കൊടുത്തിരിക്കുന്നത്. തുടർന്ന് വിഷയത്തിൽ വന്നിട്ടുള്ളത് ഇസ്തിഗാസയ്ക്ക് അഥവാ മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് സഹായം എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചോദിക്കാൻ സുന്നി പക്ഷം തെളിവായി ഒരു ഹദീസ് ഉദ്ധരിച്ചിരുന്നു. ആ ഹദീസ് ലൈഫാണെന്ന് മുജാഹിദ് പക്ഷം വാദിക്കുന്നു. മരണപ്പെട്ടവരോട് സഹായം ചോദിക്കൽ ഷിർക്കാണെന്നും വാദിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ വിഷയമായിട്ട് കൊടുത്തിട്ടുള്ളത്. 2, മുഹീദ്ദീൻ ഷേഖിനെ യാ ഗൗസുൽ ആളം എന്ന് വിളിക്കുന്നത് ഷിർക്കാണ് എന്ന് മുജാഹിദ് പക്ഷം അല്ലെന്ന് സുന്നി പക്ഷം. 3, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനുയായി മുജിസത്ത് മുഖേന
സഹായാർത്ഥന നടത്തൽ ഷിർക്കാണെന്ന് മുജാഹിദ് പക്ഷം, അല്ലെന്ന് സുന്നി പക്ഷം. അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മരണശേഷമെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയാസ്പദമായി ഓരോ വിഷയവും അതിന് ഏതൊക്കെയാണ് പ്രമാണങ്ങൾ എന്ന ചർച്ചയാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. ആരുമൊക്കെ ആയിട്ടാണ് എന്ന് കൃത്യമായിട്ട് വിവരിച്ച് പറയേണ്ടതുണ്ട്. പ്രമാണം ഇവിടെ നേരത്തെ എഴുതപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് പ്രമാണം എന്നൊരു ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിനേക്കാളേറെ വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള ചർച്ചയാണ് വേണ്ടത് എന്ന് തോന്നുന്നു. അതിലേ ഒരു സംശയം പറഞ്ഞിട്ടോ, അത് ചിലപ്പോൾ ഒരാളുടെ നമുക്ക് തിരുത്തി എഴുതാലല്ലേ. ഇപ്പം ഈ പ്രമാണങ്ങളെ സംബന്ധിച്ച് എഴുതിയെടുത്ത് അത് ഓക്കെയാണ്. പക്ഷേ അവിടെ ഞങ്ങൾക്ക് ഒരു കാര്യങ്ങൾ ചേർത്തി കൊടുക്കാണ്ട് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രമാണങ്ങൾ ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. എന്നാൽ ഇബാറത്ത് ഉദ്ധരിക്കുമ്പം ഞങ്ങൾ ഉദ്ധരിക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്വന്തം വകയായിട്ട് പോക്കറ്റിൽ നിന്ന് അർത്ഥം വെക്കുകയല്ല എന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞുപോയ മുൻകാല മുഫസ്സിറുകളുടെയും മുഹദ്ദിസുകളുടെയും ഇബാറത്ത് എടുത്ത് ഉദ്ധരിക്കും. പക്ഷെ ഇബാറത്ത് പ്രമാണമായി ഉദ്ധരിക്കാൻ പാടില്ല. യോജിപ്പാണല്ലേ? യോജിപ്പില്ലല്ലോ. ഇബാറത്ത് പ്രമാണമായി ഉദ്ധരിക്കാൻ പാടില്ല. ഇപ്പോൾ നൗഷാദ് ഹസനിക്ക് ഇബാറത്ത് ഉദ്ധരിക്കാം. അത് ഒരായത്തിനോ ഹദീസിനോ അദ്ദേഹത്തിന്റെ വക അർത്ഥം വെക്കുകയല്ല. മുൻകാല മുഫസ്സിറുകളും മുഹദ്ദിസുകളും ഇതേ അർത്ഥമാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞ അർത്ഥമാണ് ഞങ്ങൾ പറയുന്നത് എന്ന് ബോധിപ്പിച്ചു തരാൻ വേണ്ടി മാത്രം. അല്ലാതെ ഇബാറത്ത് പ്രമാണമാവാൻ പാടില്ല. ചില സംസാരങ്ങളിലും ചില സംവാദങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണാപരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങലുണ്ട്. അപ്പം അതൊന്ന് അതിൻ്റെ കൂട്ടത്തുകൂടെ ബഹുമാനപ്പെട്ട രാമന്തളി ഒന്നാണ് എഴുതി ചേർത്ത് ഹസനിക്ക് എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ ആകാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ നസ്സാഹ് മൗലവി ഈ ചർച്ചയുടെ ആദ്യം തന്നെ പറഞ്ഞത് നമ്പർ 1 പൊട്ടത്തരാണ്. കാരണം നമ്മുടെ പ്രമാണമായി നാം ഒരു ആയത്ത് അല്ലെങ്കിൽ ഹദീസ് ഉദ്ധരിക്കും. ഈ ഹദീസിന് അല്ലെങ്കിൽ ഈ ആയത്തിന് നാം നൽകുന്ന വ്യാഖ്യാനം അല്ലെങ്കിൽ ഈ ഹദീസ് സ്വഹീഹാണ് ദഈഫാണ്, ഇത് നമ്മൾ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങളും സ്വീകരിക്കൂല, നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളും സ്വീകരിക്കൂല. അപ്പം സ്വാഭാവികമായും ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇന്ന ഇമാം പറഞ്ഞു, അല്ലെങ്കിൽ ഈ ഹദീസിന് സ്വഹീഹാണ് എന്ന് ഇന്ന പണ്ഡിതൻ പറഞ്ഞു, അങ്ങനെ പറയുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. തെളിവ് ഖുർആനും ഹദീസ് തന്നെ, പക്ഷെ അത് സ്വഹീഹാണോ ദഈഫാണോ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ വിശദീകരണം എന്താണ്, ഇത് ഇമാമിങ്ങൾ തന്നെയാണ് പറയേണ്ടത് തീർച്ചയായും. അല്ലാതെ ഒരായത്തോതി ഞാനൊരർത്ഥം പറഞ്ഞു അത് നിങ്ങളും സ്വീകരിക്കൂല, നിങ്ങളൊരർത്ഥം പറഞ്ഞാൽ ഞങ്ങളും സ്വീകരിക്കൂല. സ്വാഭാവികമായും പ്രമാണങ്ങൾ ഇതന്നെ, ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും. പക്ഷെ ആ പ്രമാണങ്ങൾ വിശദീകരിക്കേണ്ടത് അത് ഇമാമിങ്ങളുടെ ഇബാറത്ത് കൊണ്ട് തന്നെയാണ്. അതിൽ യാതൊരു മാറ്റത്തിനും തയ്യാറല്ല. പിന്നെ ഈ പൊട്ടത്തരത്തുമേ കെട്ടിമറിയുന്ന ആൾക്കാർക്ക് എന്ത് കേട്ടാലും പൊട്ടത്തരം എന്ന് തെറ്റിദ്ധരിക്കുക, അത് സാരില്ല. അത് അദ്ദേഹത്തിന്റെ ചിന്തയിൽ വന്ന കുറവ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഇബാറത്ത് വായിച്ചിട്ട് അത് പ്രമാണമായി ഉദ്ധരിക്കരുത്. ഒരു ഇസ്ലാമിക പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തിന് അത് പോക്കറ്റിൽ നിന്നാണല്ലോ അർത്ഥം വെക്കുന്നത്. അത് ലോകത്തൊരൊറ്റ മുഫസ്സിറുകളും ഇത് ഇസ്തിഹാസക്ക് തെളിവ് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഘട്ടത്തിൽ ഇസ്തിഹാസക്ക് ഈ ഈ അർത്ഥം ഞങ്ങൾ മാത്രമല്ല വെച്ചിട്ടുള്ളത്, ഇത് മുൻകാല മുഫസ്സിറുകളും ഈ അർത്ഥം വെച്ചിട്ടുണ്ട്. ആ മുഫസ്സിറിന്റെ വാക്ക് ഹുജ്ജത്തല്ല. അത് നിങ്ങൾ പറയുന്നതിന് ഉപോത്ബലകമായിട്ട് നിങ്ങൾക്ക് പറയാം, ഞങ്ങൾക്കും പറയാം. എന്നല്ലാതെ മുഫസ്സിറിന്റെ വാക്ക് ഹുജ്ജത്തല്ല. ഇതാ ഞാൻ പറഞ്ഞത്. ഇതെങ്ങനെ പൊട്ടത്തരാതെ എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോ പിന്നെ ഇമാമുകളുടെ വാക്കല്ല ഹുജ്ജത്ത്. പറഞ്ഞത് മനസ്സിലായല്ലോ, കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഹുജ്ജത്തുകൾ, പ്രമാണങ്ങൾ ഖുർആനാണ്, സുന്നത്താണ്, ഇജ്മാഅാണ്, ഖിയാസാണ്. അതിന് ഉപോത്ബലകമായിട്ടുള്ള ഇബാറത്ത് ഉദ്ധരിക്കാം. ഇബാറത്തിനെ കൊണ്ടുപോയിട്ട് ഹുജ്ജത്താക്കിയത് അതേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലായി. അപ്പം എന്താ ചെയ്യുക? മനസ്സിലാവാത്ത ആർക്കാന്ന് വ്യക്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു തന്നെയാണ്. പക്ഷെ അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നിങ്ങൾക്കില്ല. കാരണം വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക എന്ന ആയത്ത് ആരും തഫ്സീറിൽ പറഞ്ഞിട്ടില്ല. അതൊക്കെ സമാധാനത്തിന് പറയുന്നത് നല്ലതാണ്. അതൊക്കെ സംവാദത്തിൽ ചോദിച്ചോളൂ. ആരാണ് വസ്അൽ മൻ അർസൽന തെളിവാണെന്ന് പറഞ്ഞത്? അത് ഇസ്തിഹാസക്ക് തെളിവാണോ തവസ്സുലിന് തെളിവാണോ? അതൊക്കെ ഞങ്ങൾ മണിമണിയായി അവിടെ പറയും. അങ്ങനെ പറയുമ്പോൾ ഇവിടെ പ്രമാണമായി യഥാർത്ഥത്തിൽ വരുന്നത് മുഫസ്സിറിന്റെ കൗലും കൂടിയാണ്. അപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. നിങ്ങൾക്ക് വസ്അൽ മൻ അർസൽന തെളിവാന്ന്
തെളിവാന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ അംഗീകരിക്കൂല, ഉറപ്പാണ്. അപ്പൊ പിന്നെ വസൽ മനസ്സിലിന്റെ തെളിവാന്ന് ആരാ പറയേണ്ടത്? ഇമാമിങ്ങൾ. അപ്പൊ ഇമാമിങ്ങളെ കൗലുദ്ധരിക്കും. അപ്പൊ അത് പൂർണ്ണമായി. അതന്നെ ഞാൻ പറഞ്ഞത്. അത് ഇമാമിങ്ങളുടെ കൗലെന്തായാലും ഇവിടെ നിർബന്ധമായി വരുന്നു എന്നത് വളരെ സത്യമാണ്. കാരണം ഞാനും നിങ്ങളൊന്നും മുജിത്തഹിദാന്ന്, നിങ്ങൾ മുജിത്തഹിദാന്ന് ഞങ്ങളും അംഗീകരിക്കൂല, ഞങ്ങൾ മുജിത്തഹിദാന്ന് നിങ്ങളും അംഗീകരിക്കൂല, അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ അതുകൊണ്ട് പ്രമാണങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ആ ഖിയാസിന് നമ്മൾ പറഞ്ഞ അർത്ഥമാണ് എന്ന് ആര് പറയണം? അല്ലെങ്കിൽ ഹദീസ് ദഈഫാണ് ഇത് ആര് പറയണം? സഹിയാണ് ഇത് ആര് പറയണം? അത് നമ്മൾ പറഞ്ഞാൽ പോരാ. അത് ഇപ്പൊ 14 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ടല്ലോ, അവര് പറയട്ടെ. അത്രേ നമ്മൾ പറഞ്ഞോളൂ. പ്രമാണം ഖുർആൻ, സുന്നത്ത് സാധാരണ അങ്ങനെ തന്നെയാണ്. ഇത് സ്വഹിയായ ഹദീസ്, ഇജ്മാ, ഖിയാസ്. പലപ്പോഴും അബ്ദുസ്സലാം സുല്ലമി, നമുക്ക് അലിമദനോട് ചോദിച്ചറിയാം, അബ്ദുസ്സലാം സുല്ലമി ഞങ്ങൾ കൊണ്ടോട്ടിയിൽ നടത്തിയ സംഭവത്തിൽ വരെ അദ്ദേഹം എഴുതിയത് സ്വഹിയായ ഹദീസ്, ഖുർആൻ, ഇജ്മാ, ഖിയാസ്. പിന്നെ അത് നമ്മൾ സമർത്ഥിക്കുമ്പോൾ ഈ അർത്ഥം ഞങ്ങളുടേതല്ല, അത് ഇമാമിങ്ങളുടേതാണ്. അപ്പൊ ഇമാമിങ്ങളുടേതായി അവിടെ അംഗീകരിക്കപ്പെടുകയാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇബാറത്ത് അവിടെ ഉദ്ധരിക്കും. അത് ഖുർആനിന്റെ കൂടെ അല്ലെങ്കിൽ ഹദീസിന്റെ കൂടെ ആ ഇബാറത്ത് കൂടി വരുമ്പോ അത് അവിടെ ഉറക്കും. അതങ്ങനെ തന്നെയാണ്. അത് സാധാരണ പറയുന്ന ഒരു സംഗതിയാണ്, പുതിയതൊന്നുമല്ല. അപ്പൊ അത് ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നാണ് പ്രമാണങ്ങൾ. ഖുർആൻ, സ്വഹിയായ ഹദീസ്, ഇജ്മാ, ഖിയാസ്, അതങ്ങനെ തന്നെ. അത് നമ്മൾ അങ്ങനെ തന്നെ. പക്ഷെ ആ ഒരു ഹദീസ് വന്നാൽ ഇപ്പൊ സ്വഹിയാണോ ദഈഫാണോ? അത് നസാഫ് മൗലവി ദഈഫാണ് ഞങ്ങൾ അംഗീകരിക്കൂല, ഞങ്ങൾ സ്വഹിയാറിന് നിങ്ങളും അംഗീകരിക്കൂല. അപ്പൊ ഈ 14 നൂറ്റാണ്ട് കാലത്തെ പണ്ഡിത ലോകം പറയട്ടെ, ഇതാണ് നമ്മുടെ നിലപാട്. അതുകൊണ്ട് അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സാധാരണ ഒരു വാദപ്രയോഗം നടത്തുമ്പോൾ നടത്താമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ കാര്യം തന്നെയാണ് നസാഫ് മൗലവിയും പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ. അതിപ്പോ പൊട്ടത്തരം എന്നൊന്നും പറയേണ്ടതില്ല. ഏതായാലും നമ്മൾ സൂചിപ്പിക്കാനുള്ളത് അവിടെ ഖുർആനും സ്വഹീഹായ ഹദീസും സ്ഥിരപ്പെട്ട ഇജ്മാഉം വ്യക്തമായ ഖിയാസും എന്ന് എഴുതിയാൽ കുറച്ചും കൂടി നന്നാവും. അങ്ങനെ എഴുതാം. സ്ഥിരപ്പെട്ട ഇജ്മാ, വ്യക്തമായ ഖിയാസ്. പിന്നെ അതിൽ ഒന്നാമത്തെ വിഷയമായി വന്നിട്ടുള്ളത് സുമ്മ ലയിൻ ഖാമ എന്ന് പറയുന്ന ആ ഹദീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു കഷ്ണമാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ചർച്ച വന്നത്. ആ ചർച്ചക്ക് അതാണ് ഒന്നാമത്തെ വിഷയമായിട്ട് അതിൽ വന്നിട്ടുള്ളത്. അപ്പൊ അത് ലഈഫാണ് എന്ന് മുജാഹിദ് പക്ഷം പറഞ്ഞു, അല്ല എന്ന് മറുപക്ഷവും എന്ത് ചെയ്തു? അതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അത് സ്ഥിരപ്പെട്ടതാണ്, അംഗീകരിക്കാവുന്നതാണ്. അപ്പൊ ഇതിൽ വരുന്ന ഒരു വിഷയമുണ്ടല്ലോ, ഇതിൽ ആ ഹദീസ് എന്തുകൊണ്ട് ലഈഫായി, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു വിഷയമുണ്ട്. മരണപ്പെട്ട ആളുകളോട് എന്ത് ചെയ്യാം, സഹായത്തേട്ടം നടത്താമോ ഇല്ലേ എന്നുള്ള ഒരു വിഷയമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആദ്യമായി നമ്മൾ ആര് തമ്മിലാണ് ഇത് നടത്തുന്നത് എന്ന് ഒന്നുകൂടി എഴുതാം. എന്നിട്ട് ആ വിഷയം ഒന്നുകൂടി എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. നമ്മൾ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ഇത് ഇന്ന ആളുകൾ തമ്മിൽ നടത്താനുള്ള സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതാനുള്ള തയ്യാറാണ്, ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതും മതി, കുഴപ്പമില്ല. അപ്പൊ ഈ വിഷയം ഇനി ഹദീസ് ലഈഫാണ് എന്നതിൽ നിന്നുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എന്ത് ചെയ്യാവുന്നതാണ്, ഒന്ന് വിശദീകരിക്കാവുന്നതാണ്. ഹദീസിനെ കുറിച്ചല്ല, വന്ന വിഷയം നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് എഴുതാം. അഥവാ മരണപ്പെട്ടവുമായിട്ടുള്ള സഹായത്തേട്ടമാണ് അതിൽ വരുന്നത്, അതൊന്ന് എഴുതാവുന്നതാണ്, രണ്ടു പക്ഷത്തിന്റെയും വാദം. പിന്നെ ഒരു കാര്യം, സമയം ഒന്നും ഇപ്പം തന്നെ നിർണയിച്ചിട്ടില്ല, അതൊന്നും നിർണയിക്കുന്നത് നല്ലതാണ് ഇരുപക്ഷത്തിനും. അപ്പോ അരിമദനി വളരെ മാന്യം സംസാരിച്ചു, പക്ഷെ ഉള്ളിലൊരു വ്യക്താണ്. കാരണം എഴുതിയ വിഷന്ന് വല്ല രക്ഷപ്പെടാനുള്ള ഒരു തട്ടിപ്പാണ് ഞാൻ മനസ്സിലാക്കാണ്. അങ്ങനെ അല്ലെങ്കിൽ പ്രശ്നമില്ല. ഏതായാലും ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് ഈ ഹദീസ് ലഈഫാണോ സ്വഹീഹാണോ എന്നാണ്. അത് സ്വഹീഹാണെങ്കിൽ മഹാന്മാരോടുള്ള സഹായതരം അവിടെ പെട്ടോളും. അതങ്ങനെയാണ്. ഈ ഹദീസിന്റെ സിഹത്തും യോഗ്യതയും കൊണ്ട് തെളിയുമ്പോൾ വിഷയം അതിന്റെ ഉള്ളിൽ കൂടിയാണ് തെളിഞ്ഞോളും. അത് ഇപ്പൊ പല ചർച്ച നമ്മൾ നടത്തിയതാണല്ലോ. ഇപ്പൊ ഏതായാലും പ്രവർത്തന വിട്ടുങ്ങൾ തന്നെ സഹായാർത്ഥം എത്തിയല്ലോ ഇപ്പൊ ഇതിലെത്തുമ്പോ. അപ്പൊ ഓരോ ചർച്ച കൊണ്ടും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള വ്യക്തമാണ്. നാട്ടിൽ നിന്ന് ചോര ഇറങ്ങിയപ്പോ അൽഹംദുലില്ലാഹ് കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതൊക്കെ നമ്മൾ പറയാ. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഈ വിഷയം തന്നെ നമുക്ക് എഴുതാം. ഇവിടെ എഴുതിയ വിഷയം തന്നെ ഈ ലൈൻ സുമ്മ ലൈൻ ഖാമ അലാ ഖബരി ഹദീസിന്റെ കഷ്ണം എന്നൊന്നും പറയണ്ട. ഹദീസ് അത് സംബന്ധമായി നമുക്കറിയാം. ഓരോ വിധത്തിൽ ആവശ്യമായ ഹദീസുകൾ അപ്പപ്പോൾ ഉദ്ധരിക്കാറുണ്ട്. നിങ്ങളും ചെയ്യാറുണ്ട്, ഞങ്ങളും ചെയ്യാറുണ്ട്. നിയ്യത്തിനുള്ള തെളിവ് എന്താന്ന് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നാണ് നമ്മൾ പറയല്. അത്രയല്ല, ഹദീസ് പിന്നെയുണ്ട്. അപ്പൊ അതൊക്കെ ആവശ്യാനുസരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് ലഈഫാണ് നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സ്വഹീഹാണെന്നും വായിക്കാം. നമുക്ക് അങ്ങനെ അങ്ങ് എഴുതാം.
എന്നിട്ടൊരു വാദപ്രതിവാദം ഇൻഷാ അല്ലാഹ് നടക്കുക. സംവാദം കഴിയുമ്പോഴേക്ക് തിരിയും. ഈ ഹദീസ് കൊണ്ട് എന്താണ് സ്ഥിരപ്പെടുന്നത്? മരണപ്പെട്ടു പോയവരും അല്ലാത്തവരുമായ അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം തേടൽ ശിർക്കാണ്, പ്രാർത്ഥനയാണ് എന്ന് ഇക്കാലം വരെ ആളുകളെ വഞ്ചിച്ചിരുന്ന ആ വഞ്ചനയുടെ തനി നിറം ഇൻഷാ അല്ലാഹ് ഈ ഹദീസ് എന്താണെന്ന് തീരുമാനിക്കുമ്പോൾ, ഏതായാലും നമ്മൾ ഔദ്യോഗിക വിഭാഗത്തിന് കുന്നത്തേരിയിൽ നിന്ന് കഴിയാതെ പോയത് നിങ്ങൾക്കെങ്കിലും കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് സമ്മതിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് തന്നെ ആവട്ടെ നമ്മുടെ ചർച്ച. അതുകൊണ്ട് ഈ വിഷയത്തിലുള്ള ഈ വാദം, ഇപ്പൊ എഴുതിയ വാദം ഉണ്ടല്ലോ, ഈ ലൈൻ ഖാമ എന്ന ഹദീസ് സ്വഹീഹാണോ ദഈഫാണോ, ഈ ചർച്ച നടക്കുമ്പോൾ ഇതാണ് ഞാൻ കയ്യിൽ പറയാനുള്ളത്. അതിൽ കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഇത് ദഈഫാണോ സ്വഹീഹാണോ എന്ന് ചർച്ച ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞ വിഷയം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു വിഷയത്തിലേക്ക് കടക്കാവുന്നതാണ്. പ്രമാണങ്ങൾ നമ്മൾ പറഞ്ഞത് വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും സ്ഥിരപ്പെട്ട ഇജ്മാഉം വ്യക്തമായ ഖിയാസും. ഈ അഹ്സനി പറഞ്ഞതിനോട് ചെറിയ വിശദീകരണം നൽകാനുണ്ട്. ഇപ്പൊ ആലുവ കുന്നത്തേരി സംവാദത്തോടു കൂടിയാണ് നിങ്ങൾ എന്ത് ചെയ്തത്, ഈ ഹദീസ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിന്റെ മുമ്പ് നടന്ന ഒരു വാദപ്രതിവാദങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ഹദീസ് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഉന്നയിച്ചിട്ടില്ല. അപ്പൊ സുമ്മലയിൻ ഖാമ എന്ന് മുതലുള്ള ഭാഗം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. ആ പ്രശ്നം അത് സിഹാഉ സിത്തയിൽ കാണാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ഭാഗം രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, അതിന്റെ അടിസ്ഥാന വിഷയമാണ് ഞാൻ വിശദീകരിച്ചത്. ഇത് ലഈഫാണ് എന്ന് ഞങ്ങൾ പറയാൻ കാരണം അത് പരിശുദ്ധ ഖുർആനിനും സ്ഥിരപ്പെട്ട സ്വഹീഹായ ഹദീസിനും വിരുദ്ധാണത്. അതുകൊണ്ട് തന്നെ അത് സ്ഥാപിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മരണപ്പെട്ട ആളുകളോട് ഇസ്തിഗാസ നടത്തുന്നത് ശരിയാണ്, അതിൽ കുഴപ്പമില്ല, അത് ഇസ്ലാമികമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ വാദം എന്ത് ചെയ്യും, അവിടെ സ്ഥാപിതമാവും എന്നാണ് അഹ്സനി വിചാരിക്കുന്നത്. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല. കാരണം ആ ഹദീസിനെ കുറിച്ച് നമ്മൾക്ക് പഠിക്കണം, മനസ്സിലാക്കണം. അത് ലഈഫാണോ സ്വഹീഹാണോ ചർച്ച ചെയ്യണം. എവിടെയാ ചർച്ച ചെയ്യേണ്ടത്? അത് ഇവിടെ അല്ല ചർച്ച ചെയ്യുന്നത്. അതിനാണല്ലോ വാദപ്രതിവാദം. ഇനി നിങ്ങൾക്ക് വിഷയം ആ രീതിയിൽ തന്നെ എഴുതണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, അങ്ങനെ എഴുതാവുന്നതാണ്. ഏത്? ആ ഹദീസ് മുഴുവനല്ല, ആ ഹദീസ് മുഴുവൻ എന്നുള്ള രീതിയിലല്ല. സുമ്മ ലയിൻ ഖാമ എന്ന് തുടങ്ങുന്ന ഭാഗം, ആ ഭാഗത്തെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് സിഹാഉ സിത്തയിലൊന്നും ആ ഭാഗം എന്ത് ചെയ്യുകയില്ല, കാണുകയില്ല എന്ന് ഞങ്ങൾ എന്ത് ചെയ്തത്, കൃത്യമായി പറഞ്ഞത്. അപ്പൊ അതിലൊരു വിശദീകരണം എന്നുള്ള നിലയിൽ നമുക്ക് ഒന്നുകിൽ ആ രീതിയിൽ എഴുതാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, മരണപ്പെട്ടു പോയ ആളുകളോടുള്ള സഹായത്തേട്ടമുണ്ടല്ലോ, സഹായത്തേട്ടം, മരണപ്പെട്ടു പോയ ആളുകളോടുള്ള സഹായത്തേട്ടം അത് പാടില്ലാത്തതാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്, ഷിർക്കാണ് എന്നതിൽ ഞങ്ങൾക്ക് ഇന്നേ വരെ രണ്ടഭിപ്രായം ഉണ്ടായിട്ടില്ല. വയനാട്ടിൽ നിന്നും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വയനാട്ടിൽ നിന്ന് എന്തിനാ നിങ്ങൾ വല്ലതും മാറ്റം വരുത്തേണ്ടതുണ്ടോ നിങ്ങളുടെ വാദത്തിൽ എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, സഹായത്തേട്ടം എന്ന നിലയിൽ നടത്തുന്ന പ്രാർത്ഥന എന്ന് എഴുതിക്കൂടെ എന്ന് ചോദിച്ചിരുന്നത്. അതല്ലാതെ സഹായത്തേട്ടം മരണപ്പെട്ടു പോയ, മൺമറഞ്ഞു പോയ ഈസാ നബിയോടോ, അതല്ലെങ്കിൽ അദൃശ്യമായിട്ടുള്ള ഈസാ അലൈഹി സ്വലാമയോടോ, അതല്ലെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖിനോടോ, മൺമറഞ്ഞു പോയ മൊഹീദ്ദീൻ ഷെയ്ഖിനോടോ, മറിയം ബീവിയോടോ, ലാത്തയോടോ, ഉസ്സയോടോ, മനാത്തയോടോ, ഉസൈർ നബിയോടോ ഒക്കെയുള്ള സഹായത്തേട്ടം അത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഷിർക്കാണ് എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യും, അത് തെളിയിക്കും. അതിനാണ് നമ്മൾ സംവാദം. അപ്പോൾ അത് ഒന്ന് വിശദീകരിച്ചു വ്യവസ്ഥയിൽ എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കുന്നത്തേരി സംവാദത്തിൽ നിങ്ങൾ കേട്ടു നിർത്തണം. പക്ഷേ ഒരു കാര്യം പറയാ, കുന്നത്തേരി സംവാദത്തിലാണ് ഈ ഹദീസ് നടന്നത് എന്ന് പറഞ്ഞു. സംവാദത്തിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് എന്താണെന്ന് അറിയാം, ഒരുപാട് തെളിവുകൾ ഉണ്ടാകുമ്പോൾ എല്ലാ ഹദീസും ആയത്തൊക്കെ ഓരോ സംവാദത്തിൽ പഠിപ്പിക്കും. അതിനാണ് സംവാദം വാദപ്രതിവാദമൊക്കെ. അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ പുറമെ ഈ ഹദീസ് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്. ഞങ്ങളെ ഇമാമിങ്ങൾ മുഴുവനും കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഇമാം സുയൂത്തി അൽ-ഹാബിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്, ഇമാം അബൂ യഅല പറഞ്ഞിട്ടുണ്ട്, ഹാഫിദുൽ ഹൈതമി പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിഹാഉ സിത്തയിലില്ലാത്തൊക്കെ തള്ളണം എന്നുള്ളത് പുതിയ മസാലയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതുന്നത് നല്ലതാണ്. സിഹാഉ സിത്തയില്ലാത്ത ഹദീസൊക്കെ തള്ളണം. ഇതൊന്നും ഇനി പുറത്ത് പറയാൻ പറ്റില്ല. അത് ഒരു പ്രത്യേകമായ വലുമതിനിയാന്നുള്ളവർക്ക് മാന്യതയോടെ ഞാൻ പറയണം. അങ്ങനെയൊന്നും പറയരുത്. സിഹാഉ സിത്തയിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തള്ളി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും മുസ്ലിം ലോകത്ത് വിലപ്പോവില്ല. ഇരിക്കട്ടെ. ഏതായാലും നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ ഈസ എന്ന് തുടങ്ങിയെടുത്തുന്നല്ല, സുമ്മലയും കാമ തുടങ്ങിയെടുത്തുന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ എഴുതുമ്പോൾ നോക്കേണ്ടിയിരുന്നു. എഴുതുമ്പോൾ എഴുതി അങ്ങനല്ല.
നിങ്ങളിവിടെ എഴുതി തന്ന എന്താണ് അത് അതല്ലേ ഞങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ വായ തുറക്കുമ്പോഴും കൈ നീട്ടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, ഞങ്ങൾ പുറത്തുണ്ട് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. ഇവിടെ കണ്ടെങ്കിലുള്ള യൻസിലന്ന ഈസ എന്ന് പറഞ്ഞിട്ട് യാ മുഹമ്മദ് ഉജീബന്നഹു എന്ന ഹദീസ് ഓതി ഹദീസ് നിങ്ങളോട് സഹായം ഇത് ലൈഫാകുന്നു എന്നാ പറഞ്ഞു. അപ്പൊ ആ ഹദീസിനെയാണ് നിങ്ങൾ ലൈഫാക്കിയിട്ടുള്ളത്, മൊത്തത്തിൽ ലൈഫാണെന്നാ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അലീബിനത് പിൻവലിക്കണം. ഞങ്ങൾ എഴുതിയത് അത് വെറുതെയാണ്, അത് ഞങ്ങൾ സാധാരണ എഴുതുന്ന പോലെ എഴുതിയതാണ് എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഏതായാലും ഒരു കാര്യം വ്യക്തമായി, മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം അടക്കം ഇവിടെ വന്നാൽ ചെയ്യുന്ന പണി റൗദന്റെ അടുത്ത് പോവുകയാണ്, അവിടെ റസൂലുള്ളാഹി തങ്ങളോട് സഹായം ചോദിക്കുകയാണ്. ഇതൊക്കെ വളരെ വ്യക്തം. അപ്പൊ ഇതങ്ങോട്ട് തെളിയുമ്പോൾ എല്ലാ വിഷയങ്ങളും തെളിയും. അപ്പൊ ഇതിപ്പോൾ എല്ലാവരും സ്വഹിയാന്ന് അംഗീകരിച്ച ഒരു ഹദീസാണ്. ആകെ ലോകത്തെ മടവൂരികൾ മാത്രമാണ് ലൈഫ എന്ന് പറഞ്ഞ്, മറ്റോമിനെ ഫീ ഇല്ലത്താനി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇല്ലത്തോടെന്ന് കണ്ടിട്ടില്ല. അതില്ല നിങ്ങളെ സുലാം സുല്ലം ഇത് ഷബാബിൽ എഴുതി ചെയ്തല്ലോ. അപ്പൊ അതെല്ലാം കൂടി നമ്മളിപ്പോ പറയേണ്ട കാര്യമില്ല. ഏതായാലും അൽഹംദുലില്ലാ, ഇനിയിപ്പോ പ്രാർത്ഥന ഏതായാലും മാറ്റി, ഇനിയിപ്പോ സഹായം തേടലാണല്ലോ, അത് ഞങ്ങൾ തെളിയിച്ചു തരാം. ഞങ്ങളെ പൂതിയാണത്. സഹായം തേടലൊക്കെ ശിർക്കാണ്. തൊലബുൽ മനാഫി പ്രാർത്ഥന എന്ന് പറഞ്ഞ ആളാണ് അപ്പുറത്തുള്ളത്. ഏതായാലും ഇരിക്കട്ടെ, അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ആവശ്യമായ സമയത്ത് ചർച്ച ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ വിഷയം എഴുതാം. ഇതാണല്ലോ ഇവിടെ എഴുതിയത്. ഏതില്ല യൻസിലന്ന ഈസബിന് പറയും എന്ന് തുടങ്ങി യാ മുഹമ്മദ് ഉജീബന്നഹു എന്ന് വരെയുള്ള ഹദീസ് ഇത് ലഈഫാണ് എന്ന് മുജാഹിദ് പക്ഷേ എഴുതിക്കോ, സ്വഹീഹാണ്, സ്വീകാര്യോഗ്യമാണെന്ന് ഞങ്ങൾ എഴുതുക. അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ദിവസം നിശ്ചയിക്കാം, സ്ഥലവും നിശ്ചയിക്കാം, പിരിയ വാദപ്രതിവാദം നടത്താം. ഓക്കെ, സ്വഹീഹാണോ ലഈഫാണോ നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. സ്വഹീഹാണെന്ന് വന്നാൽ അത് നിങ്ങൾക്ക് ഗണ്ണിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ എത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ജാറത്തിന്റെ അടുത്ത് പോയി സഹായം തേടുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കിക്കോളും. അതിന് നമ്മൾ തെളിയിക്കേണ്ട ആവശ്യമില്ല, അത് തെളിഞ്ഞോളും. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായി ഇവിടെ നമ്മൾ എഴുതിയ അതേ വിഷയം ഒരു വ്യത്യാസം വരുത്താതെ എഴുതിക്കോളൂ. ആ വിഷയം തീരുമാനമാകുമെന്നാണ് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഈ ഹദീസ് കൊണ്ടുവന്ന എന്തിനാ? ഈ ഹദീസ് കൊണ്ടുവന്നതിന്റെ മോള് വായിക്കാത്തോണ്ട് വന്ന അബദ്ധാണ്. ഇസ്തിഗാസക്ക്, അതായത് മരണപ്പെട്ടവരോട് സഹായം അഭ്യർത്ഥിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തെളിവായിട്ട് കൊണ്ടുവന്ന. ഇവിടെ വിഷയത്തിന്റെ അസൽ എന്താണ്? മരിച്ചുപോയവരോട് ഇസ്തിഗാസ നടത്താവോ എന്നുള്ളതാണ്. അതിന് ഒരു പ്രമാണമായിട്ട് തന്നെയല്ല നിങ്ങൾ ഇവിടെ ഹദീസ് പൂർണ്ണമില്ല, ഭാഗമില്ല, ലെൻസിലെന്ന ഐസ, പിന്നെ കുത്താണ്. അപ്പൊ ഇതൊരു ഹദീസ് തന്നെ പറയാൻ പറ്റൂല, പൂർണ്ണമായിട്ടില്ല അല്ലേ? നിങ്ങളെ ഹദീസ് പൂർണ്ണം എന്ന് പറയണേ, ഹദീസ് എവിടെ ഉള്ളത്? അപ്പൊ നമ്മളിവിടെ അലി മദനി പറഞ്ഞതിന്റെ ആശയം ബഹുമാന്യനായ നൗഷാദ് മുസ്ലിയാർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അസൽ എന്താണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യണം? എന്താ? ഈസാ നബി റസൂലുള്ളാന്റെ ഖബറിങ്ങെ പോയിട്ട് അതെന്നെയല്ല ഇപ്പോൾ അവിടെ ഇസ്തിഗാസ ചെയ്യുന്നുണ്ടെന്നൊന്നുമില്ല. യാ മുഹമ്മദ് വിളിക്കൂലേ എന്നുള്ളതിൽ അല്ല സംശയം. മരിച്ചവരോട് സഹായാർത്ഥന പറ്റൂലേ എന്നുള്ള അല്ല. നിങ്ങൾക്ക് അതൊക്കെ തിരിഞ്ഞങ്ങൾക്ക് അല്ല എന്തുണ്ടെങ്കിൽ ഞങ്ങൾ തെളിയിപ്പ് പറഞ്ഞാൽ മതി. ഇതാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ അള്ളാഹു അല്ലാത്ത മരിച്ചുപോയവരോട് സഹായം തേടിയിട്ടുണ്ട് എന്നുള്ളേക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ മതി. നമുക്ക് കാര്യം മനസ്സിലാക്കി ഞങ്ങൾക്ക് ബോധ്യവും. അതേതായാലും കിട്ടൂല, കാര്യം ഉറപ്പാണ്. ഞാൻ മുമ്പ് നൗഷാദ് ഹസനോട് ഓൺലൈനിൽ സംവാദത്തിന് ചോദിച്ചു, ഇതുവരെ മിണ്ടിയിട്ടില്ല, ഇനിയിട്ടേ മിണ്ടൂല്ല, ആ കാര്യം ഉറപ്പാണ്. അപ്പോ ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞതിന്റെ ഞങ്ങൾക്ക് തെളിവുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ അവരുടെ മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരോട്, മരിച്ചുപോയ അമ്പിയാക്കന്മാരോട് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിവുണ്ടോ? കൂട്ടത്തിൽ ഇസ്തിഗാസന്റെ നിർവചനം അടക്കം നിങ്ങൾ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എഴുതപ്പെടുന്ന ഇസ്തിഗാസന്റെ നിർവചനം അടക്കം മഹാനായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ഏതെങ്കിലും ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും മരിച്ചുപോയ ഒരു പ്രവാചകനോട് ഇസ്തിഗാസ നടത്തിയ തെളിവ് പറഞ്ഞാൽ മതി. അതിന് അഹ്സനിക്ക് കഴിയൂലല്ലോ. കഴിയൂല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഷുവറാണ്, നമുക്കും ഷുവറാണ്. അപ്പൊ വിഷയത്തിന്റെ മർമ്മം അസ്ല് ഇസ്തിഗാസ അഥവാ നമ്മൾ പരാമർശിക്കപ്പെടുന്ന തർക്കത്തുള്ള ഇസ്തിഗാസ, മരിച്ചു പോയവരോട് എന്നെ കാക്കണമേ എന്ന് നിങ്ങളെപ്പോലുള്ളവർ നെഞ്ചത്തടിച്ച് അട്ടഹസിച്ച് കരയുന്ന ഈ ഇസ്തിഗാസ, ഇതിന് ഇസ്ലാം മതത്തിൽ അസ്ലുണ്ടോ, തെളിവുണ്ടോ എന്നുള്ളതിനാ. അതിന് ഭാഗികമായിട്ട് പറഞ്ഞതാണ് ഒരു ഹദീസിന്റെ ഒരു ഭാഗികമായ ഒരു വശം. അതിന് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആർക്കും ഈ അഭിപ്രായമല്ല ഈ ഹദീസ് സമ്പൂർണ്ണമായിട്ട്, നൗഷാദാസിനെ ശ്രദ്ധിക്കുക, ഇനി മറക്കാതിരിക്കാൻ വേണ്ടിയാണ്, ഞങ്ങൾക്കാർക്കും അഭിപ്രായമില്ല ഈ ഹദീസ് സമ്പൂർണ്ണമായിട്ട് ലൈഫാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ശ്രദ്ധിച്ചില്ലേ? കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോരായി വരുത്താൻ പാടില്ല, പിന്നെ അബദ്ധത്തിൽ ചാടും. അദ്ദേഹം വാൽ കഷ്ണം എന്ന് പറഞ്ഞ് ബോധപൂർവമാണ്. കാരണം സിഹാഉ സിത്തയിൽ വന്ന ആ ഭാഗമല്ലാത്ത സഹിയാണ്, ആരും ഇവിടെ അതിനെ നിഷേധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ എപ്പോഴും എടുത്തു പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ,
ഈസാ നബി അലൈഹി ഇസ്ലാം വിളിക്കുക, അവിടെ മാത്രം കിട്ടിയാൽ മതി നിങ്ങൾക്ക്. അതിന്റെ മുമ്പ് ഈസാ നബി വന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നുള്ളത് അത് നിങ്ങൾക്ക് നോക്കേണ്ട കാര്യം തന്നെയല്ലല്ലോ. ഞമ്മക്ക് ഇവിടെ ആകെ കിട്ടിയ എന്താ, വിളിക്കാൻ കിട്ടുമോ, വിളിക്കാൻ തെളിവ് കിട്ടുമോ, കരയാൻ തെളിവ് കിട്ടുമോ എന്നുള്ള. അതുകൊണ്ട് വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് ഇറങ്ങി വന്ന് വിഷയം ചർച്ച ചെയ്യാൻ പറ്റുമെങ്കിൽ, തെളിവുണ്ടെങ്കിൽ മരിച്ചുപോയവരോടുള്ള ഇസ്തിഗാസ, ഇതിൽ ഇസ്ലാമിന്റെ മാനമെന്ത് എന്നാണ് ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടത്. അതിന് ചർച്ച ചെയ്യാൻ തെളിവുണ്ട് എന്ന ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ വിഷയത്തിന്റെ അസലിലേക്ക് ഇറങ്ങി വരണം എന്നാണ് ഞങ്ങൾക്ക് വിനയത്തോടു കൂടി ബഹുമാന്യനായ പണ്ഡിതന്മാരോട് പറയാനുള്ളത്. വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, മർമ്മത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. നിങ്ങൾ ആ ചോദിച്ചതിന്റെ യഥാർത്ഥ മറുപടിയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അഥവാ നമ്മുടെ നേതാവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിന്റെ സമീപത്ത് വന്ന് ഈസാ നബി സഹായം തേടുമെന്ന് പറഞ്ഞ ഹദീസ്, ആ ഹദീസ് ഇവിടെ തെളിഞ്ഞാൽ ഞങ്ങൾക്കും ഞങ്ങളെ നേതാവ് ഈസാ നബി ചെയ്ത പോലെ ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ എല്ലാ മുസ്ലിങ്ങൾക്കും കഴിയും. ഇപ്പൊ ഇവിടെ വന്നപ്പോ മൂപ്പർക്ക് സഹായം തന്നെ ചോദിക്കണം, വിളിച്ചാ ശിർക്കാവൂല. ഖബറിന്റെ അടുത്ത് വന്നിട്ട് കേൾക്കും ഉത്തരം ചെയ്യുന്ന വിളിച്ചെന്ന് വിചാരിച്ച് വിളിച്ചാലൊന്നും കുഴപ്പമില്ല, സഹായം തേടലുണ്ടോ? ഇതെന്താ സാധനം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ശബാബാണ്. നിങ്ങളെ നേതാവ് സലാം സുല്ലം എഴുതിയതാ. ആരോട്? ഔദ്യോഗിക വിഭാഗത്തോട് എന്താ എഴുതിയെന്നറിയോ? സൃഷ്ടികളിൽ ആർക്കും സാധിക്കാത്ത കാര്യം ഈസാ നബി മുഹമ്മദ് നബിയുടെ ഖബറിന്റെ അടുത്ത് വന്ന് ആവശ്യപ്പെടുന്നില്ല. ഇതുകൊണ്ടാണ് ഈസാ നബിയുടെ വിളി ശിർക്കാകാതിരിക്കാൻ കാരണമെന്നാണ് ഇവർ പറയുന്നത്. ഔദ്യോഗിക വിഭാഗത്തെ കുറിച്ച് എഴുതിയതാ കേട്ടോ. മുജാഹിദികളെ സംബന്ധിച്ച് മരണപ്പെട്ടവർ കേൾക്കുമെന്ന് വിശ്വസിച്ച് വിളിച്ചാൽ തന്നെ ശിർക്കും കുഫറും പ്രാർത്ഥനയുമാണ്. എന്തേക്ക് പറ്റിപ്പോയത്? നിങ്ങളെ ശബാബാത്. അവ മരിച്ചു പോയവരെ അവര് വിളിച്ചാൽ കേൾക്കും, ഉത്തരം ചെയ്യും എന്ന നിലക്ക് വിളിച്ചാൽ തന്നെ അത് ശിർക്കാണ് എന്നാണ് നിങ്ങളെ നേതാവ് എഴുതി വെച്ചത്. അതാണ് ഇവിടെ മഹാനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ജാറത്തിന്റെ സമീപത്ത് വന്ന് വിളിക്കുന്നത്. പിന്നെ ആ ഹദീസ് നിങ്ങൾ എഴുതിയപ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. നിങ്ങൾ എഴുതിയത് അത് മുഴുവൻ കുത്തുകുത്താണ്. എന്താ മൗലവി, ഒരു കുത്തിട്ടാൽ എന്താ വായിക്കാന്ന് കൂടി അറിയാതെ നിങ്ങൾ ഇത്രയൊക്കെ മോശമായി പോയോ? ഒരു സാധാരണ ചെയ്യുന്നതല്ലേ അത്? ഒരു ഹദീസിന്റെ ആദ്യ ഭാഗം എഴുതിയിട്ടിട്ട് ഒരു വേർക്കുന്നുണ്ട്, ശരിക്കിട്ട് കൊടുക്കും ഫാൻ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങും എന്ന് പറഞ്ഞ് അവിടെ ഒരു ഡാഷ് ഇട്ട് പൂരിപ്പിക്കാട്ടെ, ബാക്കി പൂരിപ്പിക്കണം എന്നറിയാത്ത നിങ്ങൾ ആരെങ്ങളെ വ്യവസ്ഥ കൊടുന്ന് പോട്ടെ. യാ മുഹമ്മദ് ഉജീബന്നഹു എന്ന് വരെയുള്ള ഹദീസ് നിങ്ങൾ എഴുതിയതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ലൈൻ കാമ തന്നെ ചർച്ച ചെയ്ത് സ്വയം തെളിയിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ നിങ്ങൾ എഴുതിയപ്പോൾ ലെൻസിൽ തന്നെ എഴുതിയതാണ്, അല്ലെങ്കിൽ പേശാന്ന് പറഞ്ഞോളൂ, ഞങ്ങൾ ഓക്കെ. ഇപ്പൊ വിഷയത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. പല സ്ഥലത്തും ഒരുപാട് ചർച്ചകളാണല്ലോ. ഇപ്പൊ വയനാട് നമ്മൾ വന്നു, റബീഉൽ റമദാനിലോ ചർച്ച ചെയ്തു, വളരെ മട്ടത്തിൽ ചർച്ച ചെയ്തു. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ സന്ദർഭങ്ങളുണ്ട്. ഇവിടുത്തെ സന്ദർഭം എന്താണ്? ഈ ഹദീസ് സ്വഹിയാണോ ദഈഫ്? എന്താ ഇപ്പൊ അതിനൊരു പേടി നിങ്ങൾക്ക്? അപ്പൊ അതിങ്ങട്ടെ എഴുതിയത് ഈ ഹദീസ്. ഏത് ഹദീസ്? ഏത്? ലയൻസിലന്ന ഈസ. നിങ്ങൾ എഴുതിയതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. ലയൻസിലന്ന ഈസ ഇബ്നു മറിയം. അപ്പോ അലി മൗലവി മദനി പറഞ്ഞത് ബോധപൂർവമാണ്. അപ്പൊ നിങ്ങൾ എഴുതിയ മൗലവിക്ക് ബോധമല്ലേന്നു? അലി മദനി പറഞ്ഞത് ബോധപൂർവമാണെങ്കിൽ ആ ബോധം നിങ്ങളെ എഴുത്തിനും കാണണമായിരുന്നു. അപ്പൊ ഞങ്ങൾ പറയുന്നത് വിളിച്ചാൽ തന്നെ ശിർക്ക് എന്നാണ് നിങ്ങളെ മൗലവി പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഇപ്പൊ വന്നിട്ട് സഹായം തേടിയിട്ടുണ്ടോ? സഹായം തേടിയിട്ടുണ്ടെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ വിളിച്ചാൽ തന്നെ ശിർക്കാന്നാണ് നിങ്ങളെ മൗലവിന്റെ വാദം. അപ്പൊ നിങ്ങളെ വാദത്തിൽ നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ല. ഇൻഷാ അല്ലാഹ് ഈ വാദപ്രതിവാദം ഇവിടെ നടക്കണം. മഹാനായ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം ജാറത്തിന്റെ സമീപത്ത് പോയി അള്ളാന്റെ റസൂലിനെ കേൾക്കും, ഉത്തരം ചെയ്യുമെന്ന നിലക്ക് വിളിക്കുമ്പോൾ ആ വിളി ഞങ്ങളും ഏറ്റെടുത്ത് വിളിക്കുന്നു. നിങ്ങളെ അന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ദിവസമായി നിങ്ങളെ ആദർശത്തെ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് വിഷയം മാറ്റണ്ട. ഞങ്ങൾ ഇവിടെ പറഞ്ഞ ഒരൊറ്റ വിഷയമുണ്ട്. ഈ ഹദീസ് ദഈഫാണോ സ്വഹീഹാണോ അത് തീരുമാനിക്കുമ്പോൾ ബാക്കിയൊക്കെ തെളിയും. അതോടുകൂടി ഇവിടെ വ്യക്തമായില്ലേ എന്ത്? മരിച്ചുപോയ നബിമാരോട്, നബിമാരെന്നേനിത്, നീ വേറെ ആൾ അന്വേഷിക്കണ്ട. ഈസാ നബിനും പണ്ട് നബിന് ഇപ്പൊ ഇമാമായിട്ട് വരുന്നു. ആ ഈസാ നബി തന്നെ ഖബറിന്റെ അടുത്ത് വന്ന് തേടുമ്പോ ഇനിയിപ്പോ വേറെ നബി ചെയ്തോ എന്നുള്ള ചോദ്യം തന്നെ അസ്ഥാനത്താണ്. എല്ലാ വിഷയത്തിനും മറുപടിയാവും. അത് നിങ്ങൾ പേടിക്കണ്ട. ഇതിങ്ങോട്ട് എഴുതിക്കോളൂ. പരിമതിന് പറഞ്ഞല്ലോ വേണമെങ്കിൽ അത് എഴുതാൻ. അതുകൊണ്ട് കൂടുതൽ തർക്കിക്കണ്ട, അതന്നെ എഴുത്. അപ്പൊ അത് തീരുമാനവും ഇൻഷാ അല്ലാഹ്. പല സ്ഥലത്തും നമ്മൾ എഴുതിയതാണല്ലോ. ഞങ്ങളത് പറയുന്നു. ഈ ഹദീസ് അഥവാ ലൈൻ സുമ്മ ലൈൻ ഖാമ എന്ന് പറഞ്ഞ ആ ഹദീസ് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എഴുതിയത് കൊണ്ടാണ് അത് സ്വഹീഹാണ് നിങ്ങൾ വാദിക്കുന്നു, ഞങ്ങൾ വാദിക്കുന്നു. ദഈഫാണ് നിങ്ങളും വാദിക്കുന്നു. പക്ഷേ മൂപ്പർക്ക് ഇപ്പം സംഭാവന നടത്തുന്ന കോലല്ല. കാരണം ഇപ്പൊ തന്നെ മൂപ്പർ പറഞ്ഞു ദുർബലാന്ന്. ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല എന്നിടത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ എഴുതിയെടുത്ത് വെച്ചതാണ് ലൈൻ ഖാമയാണ് ഉദ്ദേശിച്ചത് പറഞ്ഞാൽ മതി. എന്നാ കുഴപ്പമില്ല. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി വരാം. നമുക്ക് സുമ്മ ലൈൻ
ഖാമ അലാ ഖബരി എന്ന ആ ഭാഗം തന്നെ സഹീഹാണ് എന്ന് ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ ഇവിടെ എഴുതിയത് കൊണ്ടാണ് ലെൻസിലെണ്ണ തൊട്ട് ഞങ്ങൾ വായിച്ചത്. സിയാവുസിറ്റിയിൽ ഇല്ലാത്തൊക്കെ ലൈഫാണ് എന്നും പറഞ്ഞിരിക്കല്ലേ, അത് സംഭവത്തിൽ വരിക, അവിടെ കാണാൻ നമുക്ക് ബാക്കി. അപ്പൊ അതുകൊണ്ട് ആ ജാതി പൊട്ടത്തൊരൊന്നും പറയണ്ട. ഇപ്പൊ ഇതന്നെ ചർച്ച, മഹാത്മാക്കളോടുള്ള ഇസ്തിഹാസ ശിർക്കാണ്, ശിർക്കല്ല, അത് തെളിയും. ഇതാണ് കിട്ടുമ്പോൾ അങ്ങനെയാണ്, മരുന്നാണ് കിട്ടിയ രോഗമാണ് മാറും. ഇതിപ്പോ അതിനുള്ള മരുന്നാണ്. ആ മരുന്ന് നിങ്ങൾക്ക് കലക്കിയാണ് തരികരപ്പെന്നുണ്ടാവുക. അതോടുകൂടി ഇനി മേലിൽ ഒരു പ്രവാചകനും മരിച്ചുപോയ നബിന്റെ ഖബറിന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. അതാണ് അവസ്ഥ. ആ ഷബാബ് വായിച്ചാണ്ട് വർത്താനത്തിൽ വീങ്ങരുത്. ആ ഷബാബ് വായിച്ച, അല്ലെങ്കിൽ തന്നെ താങ്കൾക്കുള്ള ഏറ്റവും വലിയ മെച്ചതാണല്ലോ. ഏത് മുഴുവൻ പറയാത്ത കൂട്ടി പറയാന്നുള്ളത്. ഷബാബ് എന്തുദ്ദേശത്തോടു കൂടി വിളിച്ചാന്നുള്ളത് വായിച്ചു നിങ്ങള്, പക്ഷെ വായിച്ചപ്പോ നിങ്ങൾ തെറ്റിദ്ധരിച്ചത് ഓർമ്മ ഉണ്ടാവൂല എന്നുള്ളത്. എന്തുദ്ദേശത്തോടു കൂടി വിളിച്ചാൽ അതിനല്ലേ ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞത്. അത് തെളിയിക്കാനാ നിങ്ങളെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ഇന്ന ഉദ്ദേശത്തിലൊക്കെ മരിച്ചവരെ വിളിച്ചാൽ അതന്നെ ഞങ്ങൾക്ക് എഴുതാള്. അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ട് വഴുതി പോകുന്നു. എന്താ ധൈര്യമില്ലാത്തത്? എന്താ ധൈര്യമില്ലാത്ത? എവിടെന്നും പറയുന്ന മരിച്ചുപോയവരോടുള്ള സഹായത്തേട്ടം അവിടെ നിന്ന് പോയിട്ട് ഒരു പീസിന്മേൽ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം ചുരുക്കാൻ എന്താ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഇസുദ്ദീൻ കാമിൽ സഖാഫി ഉണ്ടല്ലോ, അദ്ദേഹത്തോട് പറയാൻ പറയ്. താങ്കൾക്ക് അല്ലെങ്കിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയാം, പലയിടത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്തിഹാസയെ സംബന്ധിച്ച് സമ്പൂർണമായിട്ട് അസലിൽ നിന്ന് സംസാരിക്കാൻ ധൈര്യം കിട്ടാത്ത? എന്താ വെറും ഒരു ഹദീസിന്റെ ഭാഗം അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീർന്നോ? തീരില്ലല്ലോ. അതുമാത്രം വിളിച്ചുകൊണ്ട് എന്താ ഞങ്ങൾ സംസാരിക്കാൻ? അതുകൊണ്ട് ബഹുമാന്യനായ നൗഷാദ് ഹസനോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ആദർശത്തിന്റെ വിഷയത്തിൽ താങ്കൾക്കുള്ള പരാജയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇസ്തിഹാസയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് ബഹുമാനത്തോടുകൂടെ സുന്നി പണ്ഡിതന്മാരോടും സുഹൃത്തുക്കളോടും സംസാരിക്കാനുള്ളത്. പിന്നെ കഴിഞ്ഞിട്ടില്ല അവിടേക്ക് ലയൻസിലെന്നെ ഈസങ്ങൾ പറഞ്ഞ ഹദീസ് പൂർണ്ണം. അപ്പൊ ഞാൻ പറഞ്ഞതാ കുത്തിട്ട് ഇത് പൂർണ്ണല്ല ഹദീസ് എന്ന് അതാ പറഞ്ഞത്. അത് നോക്കി അങ്ങ് കാണില്ല. ഇതാ മനസ്സിലായോ? പിന്നെ ആരങ്ങോട് പറഞ്ഞ് ആരങ്ങനെ പറഞ്ഞ്? അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഈ ഹദീസിനെ സംബന്ധിച്ച് ഗരീബ് എന്നോ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഗരീബും ജിദ്ദൻ എന്ന് പറഞ്ഞ സാധു തെറ്റിദ്ധരിച്ചു. അതിന്റെ അർത്ഥം എന്താ? അത് കിതാബിൽ ഇല്ല എന്നാണ്. ഒരു ഹദീസ് അത് ഗരീബ് ആണ് എന്ന് പറഞ്ഞാല് ആ ഹദീസ് ആദാ ഹസനും ഗരീബ് എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പം ആദാ ഗരീബും ജിദ്ദൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കിതാബിൽ ഇല്ല എന്ന് തെറ്റിദ്ധരിച്ച് വയനാട്ടിൽ നിന്ന് 1 മണിക്കൂർ തൊണ്ട പൊളിച്ചത് അവസാനം സംഭവിക്കേണ്ടി വന്നു. ആ അവസ്ഥയിലേക്ക് കാര്യം നീങ്ങേണ്ടത്. അബദ്ധത്തിൽ നിങ്ങളും വീഴരുത് എന്നാണ് ഞങ്ങളെ ആ സൗഹൃദത്തിലുള്ള ഞങ്ങളുടെ ഇഷ്ടം. അബദ്ധത്തിൽ പറയാൻ നിൽക്കണ്ട, അബദ്ധം വെറുതെ വീണ് കുഴങ്ങാൻ നിൽക്കണ്ട. അപ്പൊ എന്താ ഇവിടെ ഉള്ളത്? ഞങ്ങൾ എന്താ പറഞ്ഞത്? സിഹാഹുസിത്തയിൽ ആ ഹദീസ് വാൽ കഷ്ണമില്ലാതെ വന്നിരിക്കുന്നു. ആ വാൽ കഷ്ണമില്ലാതെ വന്ന ഭാഗം ലൈഫാണ് എന്ന് ഇസ്ലാഹി പണ്ഡിതന്മാർ എവിടെയും പറയുന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇതിനെ പിൻവലിയുന്നുമില്ല. നിങ്ങൾക്കുള്ള ആ വാൽ കഷ്ണം കൂടെ വന്ന ആ ഭാഗം, ആ രൂപം, അതിൽ ഉണ്ടോ ഇല്ലേ, അതിനെ ചർച്ച ചെയ്യാനാണ് നമ്മൾ സംവാദം വെക്കുന്നത്. നിങ്ങൾക്ക് പക്ഷാതലം മറക്കരുത്. പേടി കുടുങ്ങുമ്പോൾ വേജാറുണ്ടാവാൻ മനുഷ്യന് സ്വാഭാവികമാണ്. പക്ഷാതലം സാഹചര്യം മണക്കും. ഇത് നമ്മൾ സംവാദത്തിനല്ല ഇരിക്കണം. ഇപ്പോ സംവാദത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ളതാ. അതുകൊണ്ട് അന്ന് ഞങ്ങൾ തെളിയിക്കും. ഒരു കാര്യം ഇപ്പൊ തന്നെ ചിന്തിച്ചോളി, കിതാബ് പോയി തെരഞ്ഞോളി. ഊതിയാ പോരാ, ഓതണം. എന്താ ഹദീസിന്റെ സിഹത്ത് എന്ന് പറഞ്ഞാൽ ഇസ്നാദിന്റെ സിഹത്ത് മാത്രമല്ല ഹസനിയെ, വേറെയും സിഹത്തുണ്ട്, തെളിയിക്കും മുജാഹിദ് പ്രസ്ഥാനം. അതിനാ ഞങ്ങൾ പറഞ്ഞ ഇസ്തിഹാസയെ സംബന്ധിച്ച് എഴുതാന് റെഡി ഉണ്ടെങ്കിൽ എല്ലാ സന്ദർഭത്തെ പോലെ ഇസ്തിഹാസ സംബന്ധിച്ച് എഴുതാൻ റെഡി ഉണ്ടോ? ഇല്ലെങ്കിൽ കയ്യൂലാന്ന് പറഞ്ഞോളി. 1 മണിന്റെ മുമ്പ് തന്നെ നമുക്ക് വണ്ടി വിടാം. എന്താ അപ്പം നിങ്ങൾക്ക് വിട്ടുതരാം. നിങ്ങളെടുത്താണ് കാര്യങ്ങൾ പറഞ്ഞോളി. വണ്ടി വിടാൻ ഞങ്ങൾ ഏതായാലും ഇപ്പം നിങ്ങളെ സമ്മതിക്കൂല. അത് ചർച്ച ചെയ്തിട്ടേ വിടുള്ളൂ. അബദ്ധത്തിന് കയ്യും കാലും വെച്ച അതിന്റെ പേരാവുപ്പം നസാഫ് മൗലവി എന്നുള്ളത്. അതാണ് ഇപ്പൊ അതിൽ നിന്ന് ആകെ മനസ്സിലായ ഒരു കാര്യം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്. എന്താ സലാം സുല്ലമി പറഞ്ഞത് ശരിക്കും വായിച്ചു നോക്കി. എന്താണ്? വിളി കേൾക്കുമെന്നും വിളിച്ചാൽ തന്നെ ആ വിളി കേൾക്കുമെന്നും മരണപ്പെട്ടവർ കേൾക്കുമെന്ന് വിശ്വസിച്ചേ, മരണപ്പെട്ടവർ കേൾക്കുമെന്ന് വിശ്വസിച്ച് വിളിച്ചാൽ ആ വിളിയാണ് സയ്യിദുന ഈസാ അലൈഹിസ്സലാം വിളിക്കുന്നത്. കാരണം അതിന് ശേഷമുള്ളത് ലൗജീബന്നഹു, ഞാൻ മറുപടി കൊടുക്കുമെന്നാണ്. അപ്പൊ ഈ വിളിക്ക് ഉത്തരം ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ വർത്താനം പറയുന്നത് നടക്കുമോ? അതായി പറയുന്നത് ഇല്ല, 2 കൽപ്പില്ല എന്നേ ഉള്ളൂ. അതും ഖുർആൻ പഠിച്ചിട്ടില്ല. അപ്പൊ ഏതായാലും ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, വിളിച്ച് ഇപ്പൊ ഓരോന്നിങ്ങനെ മാറുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് ഏതായാലും സലാം സുല്ലമി പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ എങ്ങനെ വായിച്ചാലും വിളി കേൾക്കുമെന്ന്
വിശ്വസിച്ച് വിളിച്ചാൽ അത് ശിർക്കാണ്. ഉറപ്പാ? അതന്നെ ഈസാ നബി വിളിക്കുന്നത്, അതല്ലേ റെഡി. ഈസാ നബി വിളിക്കുന്നത് ലൗജീബന്നഹു, മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം. എന്നിട്ട് ഇപ്പൊ ആരാ പാശ്ചാത്തലത്തിൽ നിന്ന് വിഷയത്തിൽ നിന്ന് ഊരിപ്പോകുന്നത്? വളരെ വ്യക്തമല്ലേ? എന്നിട്ട് നമ്മളോട് ഇങ്ങോട്ട് പറയാം നിങ്ങൾ ഊരിപ്പോവാണോ? ഞങ്ങൾ ഊരിപ്പോവല്ല, ഞങ്ങൾ ഇവിടെ എഴുതിയ വിഷയമാണിത്. ഏത് ലയൻസിലന്ന ഈസ, അത് പിന്നെ ആ കുത്തിട്ടോ നിങ്ങൾക്ക് മനസ്സിലാനായിട്ടില്ല, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ കുഴപ്പമാണ്, മൂപ്പര വ്യക്തിപരമായ കുഴപ്പമില്ല. ലയൻസിലന്ന ഈസ എന്ന ഹദീസ് യാ മുഹമ്മദ് ലൗജീബന്നഹു എന്ന ഹദീസ് ഓതി ഈ ഹദീസ് ദഈഫാണെന്ന് മുജാഹിദ് പക്ഷം വാദിക്കുന്നു. മരണപ്പെട്ടവരോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്നും വാദിക്കുന്നു. അപ്പോ പിന്നെ മത്തിന് സ്വഹിയാവണം, സനത് സ്വഹിയാവണം, അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങളെ സലാം സുല്ലമിന് നിങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല ഇപ്പത് ഞങ്ങൾ കാണിച്ചു തരാം. അതാ ഏതാ മത്തിന് ഏതാ സനത് എന്നൊക്കെ നിങ്ങളെ ബുദ്ധിയും മന്ദബുദ്ധിയൊക്കെ ഞങ്ങൾ തെളിയിച്ചു. അത് വാദപ്രതിവാദത്തിലുമാ. ആ പൂതി ഒന്നും വെച്ചാണ്ട് വേണ്ട. ഇവിടെ എന്ത് ചെയ്താൽ പ്രസ്തുത വിഷയത്തിന് മേൽ സംവാദം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്തിയാസ ശിർക്കാണോ അല്ലേന്ന് അപ്പൊ തെളിയുന്നു. നിങ്ങൾക്ക് എന്താ അതിൻ്റെ ഉള്ളിൽ തെളിയുന്ന ഒരു വിഷയമാണ്. അതിനെന്താ പ്രശ്നം? ഒരാളിപ്പോ നിസ്കാരം നിർബന്ധം ഉണ്ടോ ഇല്ലേ എന്നൊരു ചർച്ച. അപ്പൊ ഒരായത്ത് ഖുർആനിലുണ്ട്, ഇന്ന സ്വലാത്ത കാനത്തൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അത് ഖുർആനിലുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്തു. ഉണ്ട് എന്ന് വന്നാൽ നിസ്കാരം നിർബന്ധമാണെന്ന് കിട്ടിയില്ലേ, അതിന് പിന്നെ കൂടുതൽ തെളിവ് പറയണോ എന്ന് പറഞ്ഞ പോലെ ഈ ഹദീസ് തെളിവാണെന്ന് വന്നാൽ ഇത് സ്വഹിയ, മത്തിനും സനദൊക്കെ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ എഴുതിയത് വെച്ച് ചർച്ച ചെയ്യേ, ഇത് സ്വഹിയാണ്, ഇത് സ്വഹിയല്ല, ഞങ്ങളെ വാദം ഞങ്ങൾ ഇവിടെ എഴുതി തരാൻ പോവാണ്, ആ വാദത്തിന്മേൽ വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യാനുണ്ടോ ഇല്ലേ എന്നതാണ് ഞങ്ങളെ വിഷയം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ എഴുതിയത് അതുപോലെ തന്നെ എഴുതാം, ഒരു വ്യത്യാസം വേണ്ട. ഇവിടെ എഴുതിയത് എഴുതാ, എന്നാ പിന്നെ നമുക്ക് അതങ്ങനെ ചർച്ച ചെയ്യാലോ. ഇവിടെ എന്താണോ ഇതിലുള്ളത് ഇതിൽ എഴുതിയത് അതുപോലെ അങ്ങ് എഴുതിക്കോളി, ഇത് മാറ്റാണ്ടല്ലോ പ്രസ്തുത വിഷയത്തിൽ. അപ്പൊ നമുക്ക് ഈ ഹദീസിലേക്ക് ചർച്ച വന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം ഉണ്ടാക്കിയ ഔദൈബാത്തിന്റെ അടുത്ത് ഏതായാലും പോയി, ഇനിയിപ്പോ നിങ്ങൾക്കെങ്കിലും അതൊന്ന് സംരക്ഷിക്കാൻ കഴിയോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ നേരെ മുന്നിൽ നിന്നാണ് ചോദിക്കുന്നത്. ഈ ഹദീസ് ഇത് ഓൺലൈനിലല്ല, നേരെ ചോദിക്കുന്ന സാമൂഹ്യം ശരിക്കും ശ്രദ്ധിച്ചോളി. ഈ ഹദീസ് നിങ്ങൾ ഇത്രയും കാലം ഇത് ലഈഫാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ മുന്നിൽ വന്നപ്പോ അത് എഴുതി ഒപ്പിടാൻ മാത്രം ധൈര്യമില്ലാതെ പോയ നിങ്ങൾക്ക് എന്ത് ധൈര്യമാണ് നിങ്ങളെ കൂട്ടത്തിലുള്ളവർക്കുള്ളത്? അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ വാദം ഞങ്ങൾ പറയുന്നു, ആ ഹദീസ് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ സ്വഹീഹാണ്, സ്വീകാര്യോഗ്യമാണ്, മത്തുനും സ്വീകാര്യമാണ്, സനദും സ്വീകാര്യമാണ്. അല്ലാതെ തെളിയിക്കാൻ ചങ്കുറപ്പുള്ള തന്റെ ഇടമുള്ള മടവൂരികൾ ഉണ്ടെങ്കിൽ നിങ്ങളെ വെല്ലുവിളിക്കാൻ. മറ്റോലേതാനും ഫീലത്താനി പറഞ്ഞു തുടങ്ങി, നിങ്ങളൊന്ന് പറ, ധൈര്യം ഉണ്ടെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ പറയും, മൈക്കെടുത്ത് പറയും, എന്നിട്ട് സ്വഹിയാണോ ദഈഫാണോ കൊണ്ട് തീരുമാനിക്കാം നമുക്ക്. അത് സ്വഹിയാണെന്ന് തെളിഞ്ഞ ഞങ്ങളെ കഥ കഴിഞ്ഞു, അവിടെയാണ് വിഷയമുള്ളത്. ആൺകുട്ടികളാണെങ്കിൽ എഴുതത്, ഇത് ഞങ്ങളെ മുമ്പിൽ നടക്കൂല, ഇത് നിങ്ങളെ കവലപ്രസംഗമല്ല, കാളമൂത്ര പ്രസംഗമല്ല, നേരെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ചങ്കൂറ്റൊക്കെ ഒന്ന് കാണണം. ഇവിടെ നിങ്ങൾ പ്രവർത്തകരോട് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? അത് ലഈഫാണ്. ഇപ്പൊ എന്താ എഴുതാൻ ചങ്കൂറ്റില്ലാത്ത? എഴുത് ലഈഫാണ്, ഞങ്ങൾ സ്വഹിയാണെന്ന് എഴുതാ, എന്നിട്ട് നമുക്ക് പ്രമാണങ്ങൾ വെച്ചൊന്ന് ചർച്ച ചെയ്യാം. നിങ്ങളെ സിഹാവ് സിത്തന്റെ അപ്പുറത്തേക്ക് പോയാൽ ലഈഫാണെന്ന പുതിയ നൂറ്റാണ്ടിലെ വാദമുണ്ടല്ലോ, ഞങ്ങൾ കശക്കിയെറിഞ്ഞ അറബിക്കടലിലേക്ക് വലിച്ചെറിയത്. നിങ്ങളെ ഈ ബുദ്ധിയും ഇസ്ലാമിക ലോകത്തെ ഭൗതികവാദികൾ, അത് നിങ്ങളെ മുഖത്ത് നോക്കി ഞാൻ പറയുന്നു, ഇസ്ലാമിലെ യുക്തിവാദികളാണ് മടവൂർ വിഭാഗം. വിശുദ്ധ ഹദീസിന്റെ നിഷേധികൾ, അതിന്റെ തെളിവാണിത്. കണ്ട ഹദീസിന് വേണ്ടി വലിച്ചെറിയുന്നവർ, അതുകൊണ്ടാണ് ഇത് ദഈഫാക്കിയത്. അല്ലെങ്കിൽ എഴുതി ദഈഫാണ്, ഞങ്ങൾ സ്വഹിയാന്ന് എഴുതി തരാ, തലയാട്ടാനല്ലാതെ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് കഴിയില്ല. വാദപ്രതിവാദത്തിന്റെ രസങ്ങൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഒരീബുൻ ജിദ്ദ അവിടുന്ന് പഠിപ്പിച്ചില്ലേ, ഇനിയിപ്പോ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. സിഹാഹു സിത്തയിൽ ഇല്ലാത്തതൊക്കെ ലഈഫാണ് എന്ന് എഴുതാപ്പുറം വായിച്ച് തടിയപ്പാൻ നോക്കണ്ട. കാരണം എന്താണ് പറയുന്നത്, എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ള ലേശം ഒന്ന് ചിന്തിക്കണം. ആ ഹദീസ് സഹീഹാണെന്ന് നിങ്ങൾ തെളിയിക്കും, എന്നിട്ട് നിങ്ങളുടെ വാദം ശരിയാകും എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. അപ്പം ഞങ്ങളുടെ ആപ്പീസ് പൂട്ടുന്നാണ് നിങ്ങൾ പറഞ്ഞത്. തിരിച്ച് ആ ഹദീസിൻ്റെ അവസാന ഭാഗം സഹീഹായ ഹദീസിലില്ല, അത് കളവാണ്, അത് ലഈഫാണ് എന്ന് തെളിഞ്ഞാൽ ഞങ്ങൾ ആപ്പീസും പൂടി. നിങ്ങൾ ആപ്പീസ് മാത്രമല്ല, വദ് സുവാവ മുതൽക്ക് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് ഇസ്തിഹാസ തന്നെ ചെയ്തത്. മറിയം ബീവിനെ വിളിച്ചിട്ടും ക്രിസ്ത്യാനിയിൽ ഇസ്തിഹാസ തന്നെയാണ് ചെയ്യുന്നത്. ലാത്തനെ വിളിച്ചിട്ടും മരണപ്പെട്ട മഹാത്മാവിനെ വിളിച്ചിട്ട് ഇസ്തിഹാസ തന്നെയാണ് ചെയ്യുന്നത്, അല്ലേ? മുഹിയുദ്ദീൻ ഷേഖിനെ വിളിച്ചിട്ടും നിങ്ങൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ മരണപ്പെട്ടു പോയ ആളുകളെ, മഹാത്മാക്കളെ വിളിച്ച് ഇസ്തിഹാസ ചെയ്യുന്നത് ഷിർക്ക എന്നുള്ള കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു തർക്കമില്ല. അത് എന്നാണോ തുടങ്ങിയത് അത് ഇന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സലാം മൗലവിയുടെ അതിൽ എഴുതിയത് വളരെ ക്ലിയർ ആണല്ലോ, അത് തന്നെയാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. അത് വായിച്ചിട്ട് നിങ്ങൾ എന്തിന് പകിട കളിക്കാൻ നിൽക്കുന്നത്? മരണപ്പെട്ടു പോയ ഇവിടെ നിങ്ങൾ നോക്കൂ, അസുലിലേക്ക് തന്നെയാണ് വരുന്നത്.
മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നത് അത് മുഴുവനും ബാത്തിലാണ്, ഷിർക്കാണ് എന്ന് തെളിഞ്ഞാൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല. നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് മാത്രമല്ല, ഈ കണ്ടു കാണപ്പെട്ട ജനങ്ങളെ മുഴുവനും ഈ ബാത്തിലിൽ തളച്ച് ഇടുന്നതിന് നിങ്ങൾക്ക് ഒരു ന്യായവുമില്ല. ആ ന്യായം അന്വേഷിച്ചാണല്ലോ ഈ ജാതി വാൽകഷ്ണങ്ങളും ലഈഫായ ഹദീസുകളും ഈ കഥകളും അതുപോലെ തന്നെ നൂലാമാലകളും ഒക്കെ ആധാരമാക്കിയിട്ട് നിങ്ങൾ നീങ്ങുന്നത്. പ്രമാണം നമ്മൾ എഴുതിയിട്ടുണ്ട്, ഖുർആനാണ്, സ്ഥിരപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ട് വെച്ചിട്ട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ തെളിയിക്കേണ്ടത് ഈ ഹദീസ് ലഈഫാണ് എന്ന് തെളിയിക്കേണ്ടത് വാദപ്രതിവാദത്തിലാണ്. ആ വാദപ്രതിവാദത്തിനാണ് നമ്മളിവിടെ അതിൻ്റെ ഡേറ്റ് തീരുമാനിക്കാനും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാനും ഒക്കെയാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ അതിലേക്ക് പ്രവേശിക്കേണ്ട കാര്യമില്ലല്ലോ. സലാം സുലൈം പറഞ്ഞത് അദ്ദേഹത്തെ നിങ്ങൾ കുതിര കയറും അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. അയാൾ പറഞ്ഞത് ശരി തന്നെയാണ്. അത് ശരിക്കും നിങ്ങൾ വായിച്ചില്ല. മറ്റു കാര്യങ്ങളൊക്കെ പകിട കളിച്ച് അല്ലെങ്കിൽ കഷ്ണം എടുത്ത് ഉദ്ധരിച്ചിട്ട് തടി തപ്പാൻ നോക്കുന്ന ആ ഒരു ഹീനമായ ശ്രമം തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും അവിടെയും ചെയ്യുന്നതെന്നർത്ഥം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ശരിക്ക് ഈ പറഞ്ഞ കാര്യത്തിൻ്റെ അവിടെ തന്നെ നിൽക്കുക. സഹീഹായ ഹദീസിൻ്റെ ആ ഭാഗം ഏത് ഭാഗമാണ് സഹീഹ് എന്നും എവിടെ മുതലാണ് ലഈഫ് എന്നും എന്താണ് അതിന് കുഴപ്പം എന്നുമൊക്കെ വാദപ്രതിവാദത്തിന് ഇരിക്കുമ്പോൾ നമ്മൾ പറയും, അത് തീരുമാനിക്കുകയും ചെയ്യും. അത് തീരുമാനമായാൽ നിങ്ങളുടെ ആഫീസും കൂടും. അപ്പോൾ അസുലിലേക്ക് നിങ്ങൾ വരണം. ഇസ്തിഗാസ മരണപ്പെട്ടു പോയവരെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു അസുലിലേക്ക് വന്നിട്ട് അതിൽ തീരുമാനമാക്കാൻ നിങ്ങൾ ധൈര്യപ്പെടണം എന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്നിപ്പോൾ അസുലും ബസലൊക്കെ തുടങ്ങിയത് അപ്പം ഞങ്ങൾക്ക് കിട്ടാത്തത്. അപ്പം ഏതായാലും ഇപ്പം ഞങ്ങൾ മധ്യസ്ഥന്മാരോട് അപേക്ഷിക്കാനുള്ളത്, ഇവിടെ എന്താണോ എഴുതിയത് അതാണ്. ഇവിടുത്തെ പ്രവർത്തകർ എന്താണോ എഴുതിയത് അതിനാണ് സംവാദം. അതിലൊരു ഹറഫും മാറ്റണ്ട. നിങ്ങൾ ധൈര്യമുണ്ടോ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടുത്തെ പ്രവർത്തകർ എഴുതിയ ഈ 1, 2, 3 നിങ്ങളെ ബദ്ദും സുവാവും ലാത്തേക്കൊന്ന് പഠിപ്പിച്ചിട്ട് നിങ്ങളെ വിടുള്ളൂ ഞങ്ങൾ. കാരണം എന്താണെന്ന് അറിയോ? നിങ്ങൾ കുറേ കാലമായി ലാത്ത ഉദ്യോഗം, അത് നിങ്ങളെ നേതാക്കളാന്ന് മനസ്സിലാക്കിക്കോളി. ഞങ്ങളോട് ആ കളി വേണ്ട. ഞങ്ങളത് പഠിപ്പിക്കേണ്ടടുത്ത് ഞങ്ങൾ പഠിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ അത് പറഞ്ഞ് വിഷയം മാറ്റാനും ശ്രമിക്കണ്ട. ഞങ്ങൾ ആരാന്ന് കൂടി മനസ്സിലാക്കിയിട്ട് കളിച്ചാൽ മതി. ഞങ്ങൾ കാന്തപുരത്തിൻ്റെ മക്കളാന്നുള്ളത് മറക്കണ്ട. ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കേണ്ടത്. പിന്നെ സലാം സുല്ലമി പറഞ്ഞെന്താണെന്നറിയോ? സലാം സുല്ലമി പറഞ്ഞ കേൾക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാൽ തന്നെ കാഫിറായിന്നാണ്. അതെ, ഇയാൾ പറഞ്ഞ അങ്ങനല്ല, സഹായം തേടണമെന്നാണ്. അവർ രണ്ടും കൂടി എതിരായി. അതാ ഞാൻ ഈ പറയുന്നത്. ഒന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ അത് പറഞ്ഞു കൊടുത്താൽ വിഷയം തീർന്നു അവിടെ തന്നെ. അപ്പൊ ഞങ്ങൾക്ക് പറയാം, നിങ്ങൾ കൂടുതലൊന്നും വിശദീകരിക്കാനില്ല. ഇവിടുത്തെ പ്രവർത്തകർ എന്താണോ എഴുതിയത് ആ എഴുതിയത് ഞങ്ങൾ എഴുതുന്നു. അതിലൊരു ഹറഫും വ്യത്യാസം വേണ്ട. നിങ്ങൾ അതിന്റെ എതിർവാദം എഴുതി, രണ്ടു വയിലുണ്ട് അതങ്ങട്ട് എഴുതി നമുക്ക്. എന്നിട്ട് ഇവിടുത്തെ പ്രവർത്തകർ എഴുതിയ അതേ വാദം അപ്പടി എഴുതിയിട്ട് വാദപ്രതിവാദത്തിനുണ്ടോ? അലിമദനി മുന്നിൽ നിന്നാണ് ചോദിക്കുന്നത്. നസാഫ് മൗലവി നിങ്ങളെ മുന്നിലാണ് ചോദിക്കുന്നത്. ഇത് വേറെ എവിടെ നിങ്ങൾ ചോദിക്കല്ല. ധൈര്യമുണ്ടോ? നിങ്ങളെ പ്രശ്നമല്ല, നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ പ്രശ്നമാണ്. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരീബും അറിയില്ല, ജിദ്ദും അറിയില്ല, ഹദീസും അറിയില്ല, ലഈഫും അറിയില്ല എന്നും അറിയില്ല. അതാണ് നിങ്ങളുടെ സ്വഭാവം. യുക്തിവാദവും ഭൗതികവാദവും പറഞ്ഞ് ഹദീസിനെ മുഴുവൻ നിഷേധിച്ച് ഇസ്ലാമിനെ ചേകരൂരിസത്തിലേക്ക് കൊണ്ടുപോകാൻ മുസ്ലിം സമുദായത്തെ വഞ്ചിക്കാനുള്ള ശ്രമം ഞങ്ങൾ അനുവദിക്കൂല. അതുകൊണ്ട് ഇത് ഈ ഹദീസ് മാത്രമൊന്നല്ല, ഇതൊന്ന് ചർച്ച ചെയ്യണം കേരളത്തിൽ, നിർബന്ധമാണ്. എന്നിട്ട് നിങ്ങളെ ഹദീസ് നിഷേധം ലോകത്തിന് മുമ്പിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം. ലോക മുസ്ലിമീങ്ങൾ മൊത്തം സ്വഹിയാണെന്ന് പറഞ്ഞ ഹദീസിനെ തോട്ടിലേക്ക് വലിച്ചെറിയാൻ മാത്രം നിങ്ങളുടെ കയ്യിൽ എന്ത് കോപ്പാണുള്ളത് എന്ന് ഞങ്ങൾക്ക് കാണണം. അതിനുവേണ്ടി ഞങ്ങളുടെ നേതാവിന്റെ വാക്കിനെ ലഈഫാക്കാൻ മാത്രം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അത് ഞങ്ങൾക്കറിയണം. അതുകൊണ്ട് ഇവിടെ എഴുതിയ അതേ വിഷയം ഒരു ഹറഫ് വിടാതെ നിങ്ങൾ എഴുതാൻ തയ്യാറുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. വേറൊന്നും എഴുതണ്ട. ഇവിടെ എഴുതിയോ അതുപോലെ എഴുതിക്കോ. ഞങ്ങളൊന്നും കൂട്ടുന്നില്ല, നിങ്ങളും കൂട്ടണ്ട. അതുപോലെ നടക്കട്ടെ. ദീപസൻ നിശ്ചയിക്ക് മത്തുനും സനതൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചാൽ നിങ്ങൾ ആ കളിയൊക്കെ സംവാദത്തിന്റെ രസം പലപ്പോഴും നിങ്ങൾ വിമർശിച്ചേ പഠിച്ചിട്ടുള്ളൂ. എന്താണ് സംവാദം പഠിപ്പിച്ചാൽ നിങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ട് അത് അതേപോലെ എഴുതി. അപ്പൊ എഴുതുമ്പോൾ ഞങ്ങൾ അപ്പുറത്തും അങ്ങോട്ട് എഴുതും. അതിന് റെഡി ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാൻ ഇല്ല എന്ന് പറയാം. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. അലിമദനി ഒരു മിനിറ്റ്, ഇതൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. ഞാൻ നേരത്തെ മൈക്കെടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ കുറേ സമയം നേരത്തെ ഇങ്ങനെ മാറി എടുക്കും. അപ്പോൾ ഇവിടെ അലിമദനിയാണ് ഉസ്താദ് പറഞ്ഞതിന് മറുപടി, അലിമദനി മറുപടി പറയുന്നതാണ്. അതിനിടയിൽ ഞങ്ങൾ നേരത്തെ തന്നെ എടുത്തു വെച്ചത് അദ്ദേഹം പറയും, ഞാൻ മാത്രം പറഞ്ഞെത്തൂല, നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ഇവിടെ നമുക്ക് 1 മണിക്കൂറോളം സമയം ഇപ്പോൾ ആയിട്ടുണ്ട്. 2 മണിക്കൂറാണ് നമ്മൾ കരുതിയത്. ഇനി പോവാൻ 2.5 മണിക്കൂർ വരെയൊക്കെയാണ്. അത് വല്ലാതെ കുറേ പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള 2 വിഭാഗത്തിൻ്റെ പ്രവർത്തകർ ഒന്നിച്ചിരുന്ന് എഴുതിയ കത്തിലുള്ളത്, KNM കൊടുത്ത കത്തിൽ തന്നെ, ISM കൊടുത്ത കത്തിൽ തന്നെ ഉള്ളത്, 2 വിഭാഗവും സംവാദത്തിന് തയ്യാറാണെന്ന് സമ്മതിച്ചുകൊണ്ട് വിഷയം എഴുതി പിരിഞ്ഞു എന്നാണ്.
വിഷയം എഴുതി പിരിഞ്ഞു എന്നുള്ള സ്ഥിതിയിൽ നമ്മൾ വിഷയത്തിൻ്റെ പിന്നാലെ ഇനിയും കൂടിയിട്ട് ഇത് എൻ്റെ അഭിപ്രായം പറയാണ്, നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾ മധ്യസ്ഥനോടുണ്ട്, അദ്ദേഹത്തിന് വിമർശിക്കാം, അദ്ദേഹത്തിന് വിമർശിക്കുകയും ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇവിടെ പെട്ടെന്ന് വിഷയം തീർപ്പാകാൻ വേണ്ടി പറയാം. പ്രസ്തുത വിഷയത്തിന് എഴുതി പിരിഞ്ഞു, പ്രസ്തുത വിഷയത്തിന്മേൽ സംവാദ വ്യവസ്ഥ എഴുതാൻ വേണ്ടിയാണ് ഈ ദിവസം നമ്മളിവിടെ ചേരുന്നതും എന്നും ഈ കത്തിലുണ്ട്. ആ നിലയിൽ 3 വിഷയങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വിഷയമായി എഴുതിയത് ഇസ്തിയാസ, മരണപ്പെട്ടു പോയ മഹാന്മാരുള്ള സഹായം ചോദിക്കൽ, സുന്നിപക്ഷം തെളിവായി ഉദ്ധരിച്ച ഇവിടെ നേരത്തെ വായിച്ച ഹദീസ്, ഈ ഹദീസ് ലൈഫാണെന്ന് മുജാഹിദ് പക്ഷം വാദിക്കുന്നു, മരണപ്പെട്ടവർ സഹായം ചോദിക്കൽ ശിർക്കാണെന്നും വാദിക്കുന്നു എന്നൊരു വാദവും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വാദത്തെ പറ്റിയുള്ള ഈ വാദമുള്ള സ്ഥിതിയിൽ ഇതിൽ പിന്നെ ഈ വാദം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് പോകുന്നതാണ് വളരെ ഏറ്റവും നന്നാവുക. കാരണം ഇത് നമ്മുടെ 2 പക്ഷത്തിൻ്റെയും പ്രവർത്തകരിവിടുന്ന് ഒപ്പിട്ട വ്യവസ്ഥയിലുള്ളതാണ്, കത്തിലുള്ളതാണിത്. അതുകൊണ്ട് ആ വിഷയത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ നമുക്ക് ഈ 2 മണിക്കൂർ എന്നുള്ള ആണ്ടിയിൽ ഇനിയും 2 വിഷയം വരാനുണ്ട്. ഒന്നും ആവാതെ പിരിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. ആമുഖമായി ഞാൻ സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു, ഇത് ലക്ഷ്യത്തിലെത്തണം. ഇവിടെ ഇൻഷാ അല്ലാഹ് നല്ലൊരു സംവാദം നടക്കണം. അത് നമുക്ക് കേരളത്തിലെ സുന്നികൾക്കും മുജാഹിദുകൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും എന്നും പ്രതീക്ഷ നമുക്കുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സംവാദത്തിലേക്ക്, ഈ വിഷയത്തിലേക്ക്, കത്തുകളിലേക്ക് നമ്മുടെ ചർച്ച തിരിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒന്നാമത്തെ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇരു കൂട്ടരും. ഒന്നാമത്തെ വിഷയത്തിൽ ഏതിനാണ് പ്രാധാന്യം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം രണ്ടും ഒരേ പ്രാധാന്യത്തിൽ എഴുതിയിട്ടുള്ളതാണ്. ഇസ്തിഗാസയ്ക്ക് മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ സുന്നിപക്ഷം തെളിവായ ഒരു ഹദീസ് ഉദ്ധരിച്ചു. ഈ ഹദീസ് ലൈഫാണ് എന്ന് മുജാഹിദ് പക്ഷം വാദിക്കുന്നു. മരണപ്പെട്ടവരോട് സഹായം ചോദിക്കൽ ഷിർക്കാണെന്നും വാദിക്കുന്നു. 2 വാദവും ഒരേ വിഷയത്തിൽ നിന്ന് നിലനിൽക്കുന്നു. അതുകൊണ്ട് 2 വാദവും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒന്നാമത്തെ വിഷയം ഹദീസിൻ്റെ വിഷയവും അതുപോലെ മരണപ്പെട്ടവരുടെ സഹായം ഷിർക്കാണെന്ന വിഷയവും രണ്ടും ചേർന്നാണ് ഒന്നാമത്തെ വിഷയം വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തുടർന്നുള്ള സംവാദം നടക്കാൻ ഉദ്ദേശിക്കുന്നു. അശ്വനി ചില പദങ്ങളൊക്കെ കട്ടിക്കൂട്ടി പഠിച്ചു വെച്ച് അതൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ആൺകുട്ടികൾ, കാന്തപുരത്തിന്റെ മക്കൾ, അതുപോലെ തന്നെ പലതും യുക്തിവാദികൾ, ഹദീസ് നിഷേധികൾ എന്നൊക്കെ ചിലരിൽ നിന്നൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെ ആവർത്തിച്ചു പറയാൻ യാതൊരു ധാർമ്മികമായ അവകാശവും നിങ്ങൾക്കില്ല. കാരണം പരിശുദ്ധ ഖുർആൻ, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും നിഷേധിച്ച് മുസ്ലിം സമൂഹത്തെ ശിർക്കിലേക്കും കുഫറിലേക്കും നയിക്കുന്ന നിങ്ങൾ, മറ്റുള്ളവരെ കുറിച്ച് 2 കാലിലും മന്തുള്ള നിങ്ങൾ മന്തില്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നതിന് തുല്യമാണത്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ തന്നെ നിഷേധിച്ച്, പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും നിഷേധിച്ച് നിങ്ങൾ സമൂഹത്തെ ശിർക്കിലേക്കും കുഫറിലേക്കും നയിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണോ നിങ്ങൾ അപ്പുറത്തുള്ള ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഹദീസ് നിഷേധികൾ, യുക്തിവാദികൾ എന്ന് പറയുന്നത്? ഞങ്ങൾ ഇവിടെ എഴുതിയ അടിസ്ഥാന വിഷയത്തിൽ തന്നെയാണുള്ളത്. ഞങ്ങൾ അതിന്ന് ഒളിച്ച് മാറുന്ന അല്ലെങ്കിൽ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഇസ്തിഹാസക്ക് മരണപ്പെട്ട മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ സുന്നി പക്ഷം തെളിവായി ഹദീസ് എഴുതി, ലയൻസിലെന്ന തുടങ്ങുന്ന ഹദീസ് എഴുതി എന്ന ഹദീസ് ഓതി. ഈ ഹദീസ് ലഈഫാണെന്ന് മുജാഹിദ് പക്ഷം വാദിക്കുന്നു. വളരെ കൃത്യമാണത്. എവിടെയാണ് നിങ്ങൾ പറയുന്ന ഈ ഇസ്തിഹാസ, മരണപ്പെട്ട മഹാത്മാക്കളോടുള്ള സഹായത്തേട്ടം എവിടെ വരുന്നത്? ഈ ഹദീസിൽ എവിടെയാണ് ഈ ഹദീസിൽ വരുന്നത്? ലയൻസിലെന്ന മുതലില്ല. ലയൻസിലെന്ന മുതൽ ആ ഹദീസിൽ നിങ്ങൾ പറയുന്ന മരണപ്പെട്ട മഹാത്മാക്കളോടുള്ള ഇസ്തിഹാസക്കുള്ള തെളിവില്ല. സുമ്മലയിൻ ഖാമ, അവിടെ മുതലാണ് ആ ഭാഗം വരുന്നത്. സുമ്മലയിൻ ഖാമ എന്നു തുടങ്ങുന്ന ആ ഭാഗം മുതലാണ് നിങ്ങൾ പറഞ്ഞ ഇസ്ലാമിക വിരുദ്ധമായ ജനങ്ങളെ ശിർക്കിലേക്കും കുഫറിലേക്കും നയിക്കുന്ന വാദമുള്ളത്. അതുകൊണ്ട് ആ ഭാഗത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. നസാഫ് നേരത്തെ വിശദീകരിക്കുകയുണ്ടായി. ഹദീസിന്റെ ബാക്കിയുള്ള ഭാഗത്തെ കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയാത്തതിന്റെ അപ്പുറം വായിച്ച് സിഹൗസിത്തയിൽ വരാത്തതൊക്കെ ലഈഫാണ് എന്ന വാദമുണ്ട് എന്നൊക്കെ മാലോകർ കേൾക്കുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടായില്ല. ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. അവരൊന്നും നിങ്ങളെപ്പോലെ മന്ദബുദ്ധികളല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം.
നിങ്ങളെപ്പോലെയല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, അത് സ്വയം നിങ്ങൾ പറഞ്ഞതാ, മന്ദബുദ്ധി എന്ന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞതാ. അപ്പൊ ഞങ്ങൾ വിഷയത്തിന്റെ മർമ്മപ്രധാന സ്ഥാനത്തു തന്നെയാണുള്ളത്. കാരണം മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് സഹായം തേടുക എന്നതാണ് വിഷയം. ആ വിഷയം ഹദീസിന്റെ ഭാഗത്ത് വരുന്നത് സുമ്മലയിൻ ഖാമ ഫഖാല യാ മുഹമ്മദ് ലൗജീബന്നഹു അല്ലെങ്കിൽ അജബ്തു എന്ന് പറയുന്ന ഭാഗത്താണ്. ആ ഭാഗം അത് കൃത്യമായി ലഈഫാണ്, പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമാണ് എന്നതിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. അത് വാദപ്രതിവാദത്തിന്റെ രംഗത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? തെളിയിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് വിഷയം എഴുതാം എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ തന്നെ എഴുതിയ പ്രകാരം തന്നെ എഴുതുക. ഞങ്ങൾക്കുള്ള ഡൗട്ട്, ഇത്രയും നേരം സംസാരിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്കതങ്ങ് സമ്മതിച്ചുകൂടാ? ഈ ഹദീസ് ലഈഫാണെന്ന് ഒറ്റ വാദമാണ് ആ ആദ്യത്തെ വിഷയത്തിലുള്ളത്. ആ വാദം എന്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതിക്കൂടാ? എഴുതാൻ എന്താണ് മടി? നിങ്ങൾ വാദിക്കുന്ന അസുല് വാദം എന്ന് പറയുന്ന വാദം രണ്ടാമത്തെ വിഷയമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം പിന്നെ എന്തിനു നിങ്ങൾ എഴുതി? ഒന്നാമത്തെ വിഷയത്തിൽ തന്നെ നിങ്ങൾ ഈ പറയുന്നത് രണ്ടുമുണ്ടെങ്കിൽ പിന്നെ എന്തിന് രണ്ടാമത്തെ വിഷയത്തിൽ യാ ഹോസുല്ലാദമെന്ന് നിങ്ങൾ എന്തിനെഴുതി? അപ്പം കറയിലാമ ഫറ വരും. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം ഈ ഹദീസ് ലഈഫാണ് സഹീഹാണ് എന്ന വാദം തന്നെ. നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ രണ്ടാമത്തെ വിഷയമാണ്. യാ ഹോസുല്ലാദം എന്ന് വിളിക്കൽ ശിർക്കാണ് എന്ന് മുജാഹിദ് പക്ഷം, അല്ലെന്ന് സുന്നി പക്ഷം. അപ്പൊ ഇസ്തിഗാസയുടെ കാതലായ ചർച്ച രണ്ടാമത്തെ വിഷയത്തിലാണ്. ഒന്നാമത്തെ വിഷയം ഈ ഹദീസ് ലഈഫാണോ സഹീഹാണോ എന്നാണ്. അപ്പൊ ഇത്രയും നേരം ചർച്ച ചെയ്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പോകാതെ ലയൻസിലന്ന ഈസ എന്ന നിങ്ങൾ എഴുതി വെച്ച ഹദീസ് അത് പൂർണ്ണമായും സഹീഹാണ് അല്ലെങ്കിൽ ലഈഫാണ് എന്ന രണ്ടു പക്ഷത്തിന്റെയും വാദത്തിൽ തർക്കിച്ച് സമയം കളയേണ്ട കാര്യമില്ല. നിങ്ങൾ പറയുന്ന അസ്ലിയായ വാദം രണ്ടാമത്തെ വാദമായി വരുന്നു. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ ഒന്നാമത്തത് ഹദീസ് ലഈഫാണെന്ന് നിങ്ങൾ, ഹദീസ് സഹീഹാണെന്ന് ഞങ്ങൾ, അങ്ങനെ തന്നെ എഴുതി വെക്കുക. രണ്ടാമത്തെ വാദമാണ് അസ്ലിയ വാദമായി നിങ്ങൾ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ വാദത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കടക്കുകയും ചെയ്യാം. സമയം കളയേണ്ട കാര്യമില്ല.